ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് വേൾഡ് ഹിസ്റ്ററിയുടെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കാം. നമ്മൾ PSC എക്സാമുകളുടെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ മനസ്സിലാക്കുക. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ധാരാളമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. കൃത്യമായിട്ട് എന്തുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ വരച്ച് പഠിച്ചത് ഓർമ്മയില്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കേണ്ടത്? ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്തെല്ലാമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിലോസഫിക്കൽ സപ്പോർട്ട് എവിടെ നിന്നൊക്കെ കിട്ടി? ചിന്തകർ അല്ലെ, എഴുത്തുകാർ, ഇവരുടെ കാര്യം അറിയണം. ഹിസ്റ്റോറിക്കലി ഉള്ള റീസൺസ് അറിയണം. അതിനുശേഷം വാട്ട് വാസ് ദ മെയിൻ റീസൺ, ഏറ്റവും അവസാനം എന്തായിരിക്കും? ഒരു ഫയർ ഉണ്ടാകും അല്ലെ, ഒരു ഫയർ ഉണ്ടാകും, പെട്ടെന്നൊരു കാരണം വരും, ഇതെല്ലാം പൊട്ടി പുറപ്പെടാൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ വിപ്ലവങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രഞ്ച് വിപ്ലവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടാൻ പല പല കാരണങ്ങളുണ്ട്. അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾക്കറിയാം അല്ലേ, ഫ്രഞ്ച് റവല്യൂഷൻ്റെതായിട്ടുള്ള സംഭാവനകളാണ് ഏതെല്ലാം പ്രധാനപ്പെട്ട വാക്കുകൾ? ലിബർട്ടി കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, ഈക്വാലിറ്റി, അതുപോലെ തന്നെ ഏതാണ്? ഫ്രട്ടേണിറ്റി അല്ലേ. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ 3 വാക്കുകളും വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ലോകത്തിലെ തന്നെ പിന്നീട് വന്ന വിപ്ലവങ്ങളിലേക്ക്, ലോകത്തിലെ തന്നെ പിന്നീട് എഴുതപ്പെട്ട ഭരണഘടനകളിലേക്ക് എല്ലാം കടന്നു കയറിയിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളായിരുന്നു ഇവയെല്ലാം അല്ലെ. സ്വാതന്ത്ര്യം വേണം അല്ലെ, തുല്യത വേണം അല്ലെ, അതുപോലെ തന്നെ ഏത് വേണം? ഐക്യം, ബ്രദർഹുഡ് എല്ലാവർക്കും തമ്മിൽ വേണം അല്ലെ. അപ്പൊ ഇതെല്ലാം ഒന്നിച്ചു വരുന്ന ഒരു ഇടമായിരുന്നു. ഈ ആശയങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്ത ഒരു വിപ്ലവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ഇത് തന്നെയാണ് പിന്നീട് വളരെ പ്രശസ്തമായിട്ടുള്ള വാചകം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഒരു യൂറോപ്യൻ രാജാവ് പറഞ്ഞത്. അതായത് ഫ്രാൻസ് തുമ്മുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യൂറോപ്പിന് ആകെ ജലദോഷം പിടിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം കണ്ടേജിയസ് ആയിരുന്നു, പടർന്ന് പിടിക്കുന്നവ ആയിരുന്നു. മനസ്സിലായോ? ഓർത്തു വയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇങ്ങനെ 3 പിന്നീട് ലോകം ഏറ്റെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങൾ ലോകത്തിന് നൽകിയ റിപ്പബ്ലിക് ആയി മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. റിപ്പബ്ലിക്കായി മാറിയിട്ടുണ്ടായിരുന്നു ആര്? നമ്മുടെ ഫ്രാൻസ് വിപ്ലവത്തിന് ശേഷം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം ഒന്നുകൂടി എന്ത് ചെയ്യുകയായിരുന്നു? പതുക്കെ പതുക്കെ ഊട്ടിയുറപ്പിക്കാൻ സഹായകരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം എങ്ങനെയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട ചിന്തകരാരെല്ലാമായിരുന്നു? എങ്ങനെയാണ് ഈ റവല്യൂഷൻ ഉണ്ടായത്? അതിൻ്റെ സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തായിരുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഫൈനലി നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് PSCയിൽ സ്ഥിരമായി ചോദിക്കുന്ന ചില ആശയങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ, വിപ്ലവങ്ങളുടെ മാതാവ് എന്ത് എന്ന് കാണാം. നോക്കൂ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERT ടെക്സ്റ്റുകളിലും മറ്റും നോക്കുമ്പോൾ കാണുന്ന 3 പ്രധാനപ്പെട്ട വാചകങ്ങൾ കാണാം. എന്തൊക്കെയാണിവ? നോക്കൂ, എന്താണ് വേഴ്സായി കൊട്ടാരം? വേഴ്സായി കൊട്ടാരമായിരുന്നു ഫ്രാൻസിലെ രാജാക്കന്മാർ അല്ലെ, അവരുടെ രാജവംശത്തിന്റെ താമസ സ്ഥലമായിരുന്നു അല്ലെ ഈ വേഴ്സായി കൊട്ടാരം ഈ വിപ്ലവത്തിന്റെ സമയത്തൊക്കെ. നോക്കൂ, ചില ആളുകളെ നോക്കുക. ലൂയി 14 ലൂയി 15 ഇതിനുശേഷം ലൂയി 16 വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലൂയി 16 കാലഘട്ടത്തിലാണ് ഇവിടെ വിപ്ലവം നടക്കുന്നത്. ഈ ലൂയി 16 ഭാര്യയായിരുന്നു മേരി അന്റോയിനെറ്റ്. എന്താ പറയുന്നത്? ഭർത്താവിനേക്കാളും കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഭാര്യ എന്ന തലത്തിൽ നമുക്ക് ആരെ പറയാൻ പറ്റും? മേരി അന്റോയിനെറ്റിനെ പറയാൻ സാധിക്കും. ഈ 3 വാചകങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. ലൂയി 14 പറയുന്നു, ഞാനാണ് രാഷ്ട്രം. അതായത് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ കൺട്രി, ഐ ആം ദ നേഷൻ അല്ലെ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്ത് തീരുമാനിക്കുന്നുവോ, ഞാൻ എന്ത് നിങ്ങളോട് പറയുന്നുവോ അതെല്ലാം എന്താണ്? അതെല്ലാം ഒരു ദൈവതുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നോക്കൂ, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്താൽ അത് ദൈവത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. അതിനാൽ തന്നെ രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ആ അധികാരം, രാജാധികാരം ആര് നൽകിയോ? ദൈവമാണ് നൽകിയത്.
ദൈവത്തിന് മാത്രമേ തന്നെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പോൾ ഞാനാണ് രാഷ്ട്രം, അതായത് ഒരു രാജ്യം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തിന്റെ അപകടകരമായ പോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? ഏതെല്ലാം കാലഘട്ടത്തിൽ ഒരു സിംഗിൾ കൺട്രി, ഒരു രാഷ്ട്രം ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം പിന്നീട് അതിനെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന എന്ത് തന്നെയാണ്? വലിയ വലിയ ദുരന്തങ്ങൾ. കാരണം ആ ഒരു വ്യക്തിയുടെ മാത്രം ചിന്തയിൽ ഒരു രാഷ്ട്രം മുഴുവനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ വ്യക്തി എന്ത് ചെയ്യേണ്ടതുണ്ട്? തൻ്റെ ചുറ്റും നല്ലൊരു ടീമിനെ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ ടീമിന്റെ കാര്യം ടീം പറയുന്നത് കേൾക്കേണ്ടതുണ്ട്, അല്ലെ? അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം പോകുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത്. ഒരു വ്യക്തി മാത്രം ഒരു രാഷ്ട്രമായി മാറുമ്പോൾ വരാൻ പോകുന്നത് ദുരന്തമാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ലൂയി 14 ഇങ്ങനെ പറഞ്ഞു. ശേഷം ലൂയി 15 വരുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ശേഷം പ്രളയം. അതായത് ഞാനാണ് അവസാനം, എല്ലാം ഞാനാണ്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ ലോകമില്ല, രാജ്യമില്ല എന്ന തലത്തിൽ കരുതിയ മറ്റൊരാൾ, അതായിരുന്നു ലൂയി 15. ഇതിനുശേഷം ലൂയി 16 വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ലൂയി 16 വരുന്നുണ്ട്. ഈ ലൂയി 16 കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഇത് സ്ഥിരമായ ചോദ്യമാണ്. അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാര്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാര്? ഏത് രാജാവിന്റെ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്? ലൂയി 16. ഈ ലൂയി 16 ഭാര്യയുടെ പേര് മേരി അന്റോയിനറ്റ്. അപ്പോൾ സ്ഥിരമായി PSC വന്നിരുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി മേരി അന്റോയിനറ്റ് പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള, രസകരമായിട്ടുള്ള, എന്നാൽ ആളുകളെ കൊല്ലാൻ തക്കവണ്ണം ശേഷിയുള്ളൊരു ഒരു വാചകം എന്തായിരുന്നു? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ. എന്തത് കേൾക്കുമ്പോൾ തോന്നുന്നത്? നിങ്ങൾക്ക് വെറുതെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരെന്തായി പറയുന്നത് എന്നുള്ളത്. അതായത് പണ്ട് കാലത്ത് ഒരു സ്റ്റേപ്പിൾ ഫുഡ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്താണ്? റൊട്ടിയാണ്, അല്ലെ? ഗോതമ്പ് പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അവിടെ ധാന്യങ്ങൾ കിട്ടുന്നത്, അത് പൊടിച്ചുണ്ടാക്കുന്ന റൊട്ടി എടുത്താണ് വെറുതെ കിട്ടുന്ന എന്തിലെങ്കിലും മുക്കി കഴിച്ചിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ, സാധാരണക്കാർ ജീവിച്ചിരുന്നത്. അപ്പോൾ റൊട്ടി പോലും കിട്ടാനില്ലാത്ത രീതിയിൽ അതിശൈത്യവും ഭക്ഷണങ്ങളെല്ലാം ഇല്ലാണ്ട് വരികയും ചെയ്തൊരു കാലഘട്ടത്തിൽ കൊട്ടാരത്തിലേക്ക്, വേഴ്സായ കൊട്ടാരത്തിലേക്ക് ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ മാർച്ച് ചെയ്തപ്പോൾ അവിടേക്ക് പോയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ റൊട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ മേരി അന്റോയിനറ്റ്, രാജാവിന്റെ ഭാര്യ, പറഞ്ഞ വാചകമാണത്. അതായത് അത്രയധികം ഇഗ്നോറൻ്റ് ആയിട്ടൊരു സ്ത്രീയാണ് ഇവര് എന്നാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. വിപരീത അഭിപ്രായമുള്ള ചരിത്രകാരന്മാരുടെ എഴുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് മേരി അന്റോയിനറ്റ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയപ്പെടുന്നു. അതായത് ഈ വന്ന ആളുകൾ, അവർക്ക് റൊട്ടി എന്തോ കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ വന്ന് സമരം ചെയ്യുന്നു എന്നത്ര ഇവർ മനസ്സിലാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾക്ക് റൊട്ടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, റൊട്ടി എന്തിനാ, റൊട്ടിയിലേക്ക് വേണ്ട, റൊട്ടി മാറ്റി വെച്ചിട്ട് ഒരു കേക്ക് എടുത്ത് കഴിച്ചോളൂ എന്ന് ഇവർ എന്ത് ചെയ്തു? പറഞ്ഞത്ര. അത്രയധികം ഇഗ്നോറൻ്റ് ആയിരുന്നു, രാഷ്ട്രത്തിന്റെ അവസ്ഥ അറിയാത്ത രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഇവര് എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു വാചകം ഉപയോഗിച്ചത് എന്ന് കരുതുന്നു. നമുക്കറിയില്ല, അന്നത്തെ കാലമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ജനങ്ങളെക്കുറിച്ച് ഒരു വിധത്തിലുള്ള വീണ്ടുവിചാരവും ഇല്ലാതെ തങ്ങളാണ് എല്ലാം, ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാം എന്ന ഒരു മൂഢസ്വർഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഫ്രാൻസിനെ അന്ന് ഭരിച്ചിരുന്നത്, അല്ലെ? അപ്പോൾ ഈ ആളുകളിൽ നിന്ന് ഒരു മോചനം, അതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ഭാഗത്തേക്ക് പോയാലോ നമുക്ക്? നോക്കൂ, 1774 നേരത്തെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ലൂയി 14 ശേഷം, അതിനുശേഷം എനിക്ക് ശേഷം പ്രളയമാണ് എന്ന് പറഞ്ഞ ലൂയി 15 ശേഷം 1774 ലൂയി 16 അധികാരം ഏറ്റെടുക്കുകയാണ്. ലൂയി 16 ഫ്രാൻസിന്റെ അധികാരം ഏറ്റെടുക്കുന്നു. ഇവരെല്ലാം ഏത് രാജവംശത്തിലാണ് അടങ്ങിയിരുന്നത്? ഇവരെല്ലാം ബോർബോൺ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരായിരുന്നു. ആരായിരുന്നു? ബോർബോൺ. നമുക്കറിയാമല്ലേ, നമ്മൾ പലയിടങ്ങളിൽ, നമ്മളിപ്പോൾ കേരളത്തിലെ പലയിടങ്ങളിലും പണ്ട് കാലങ്ങളിൽ സ്വരൂപങ്ങൾ എന്ന പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇളയെടുത്ത് സ്വരൂപം, അല്ലെ? തൃപ്പാപ്പൂർ സ്വരൂപം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പല പല രാജവംശങ്ങളെ സ്വരൂപങ്ങൾ എന്ന പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ സ്വരൂപമല്ല, ഇവിടെ ഒരു ഡൈനാസ്റ്റി, ആ ഡൈനാസ്റ്റിയുടെ പേര് ബോർബോൺ ഡൈനാസ്റ്റി എന്നായിരുന്നു. അപ്പൊ ലൂയി 16 ബോർബോൺ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബോർബോൺ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കൂ. ബോർബോൺ ഡൈനാസ്റ്റിയിലെ രാജാവായ ലൂയി 16 ഓസ്ട്രിയൻ രാജകുമാർ, ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു പ്രിൻസസ് ആയിരുന്നു ലൂയി 16 വിവാഹം കഴിച്ച സ്ത്രീ ആയിരുന്നു നേരത്തെ പറഞ്ഞ മേരി ആന്റോയിനറ്റ്. ഇവർ രണ്ടുപേരും ഈക്വലി ഇൻഫേമസ് ആയിരുന്നു. ഒട്ടും തന്നെ ആളുകൾക്ക് ശുഭകരമായിട്ട് തോന്നാത്ത രണ്ടാളുകളായിരുന്നു ഇവരുണ്ടായിരുന്നത്.
ഇനി ഈ ഒരു കാലഘട്ടത്തിൽ 774 ഈ കാലഘട്ടത്തിൽ മറ്റും നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ സമയത്ത്. അമേരിക്കൻ റവല്യൂഷനെ ഫ്രാൻസ് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇംഗ്ലീഷ് രാജ്യം ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ ശത്രുവായിരുന്നു ഇംഗ്ലീഷുകാർ. അപ്പോൾ ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് ഫ്രാൻസിൻ്റെ രാജ്യം എന്ത് ചെയ്യും, എപ്പോഴും മൂവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ കർണാട്ടിക് വാറുകളും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താ പറയുക 7 years വാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറഞ്ഞു തരുന്നത്, അവർ നേരിട്ട് ഏറ്റുമുട്ടും, ചിലപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാണ്ട് അവരുടെ കോളനികളിൽ എന്ത് ചെയ്യും, പരസ്പരം ഏറ്റുമുട്ടും അല്ലെ. കോളനികളിലെ രാജാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിപ്പിക്കുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ കർണാടിക് വാറിൽ കണ്ടു, അമേരിക്കൻ റവല്യൂഷനിൽ നമ്മളത് പ്രത്യേകം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്രാൻസിന്റെ ശക്തമായ സപ്പോർട്ടാണ് അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം നേടാനായിട്ട് എന്ത് ചെയ്തത്, ഹെൽപ്ഫുൾ ആയത്. അപ്പോൾ ഈ അമേരിക്കൻ റവല്യൂഷനെ കയ്യഴിഞ്ഞ് സഹായിച്ചതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുകയാണ്, വലിയ കടത്തിലേക്ക് ഡൈനാസ്റ്റി പോവുകയാണ്, രാജവംശം പോവുകയാണ്, രാജ്യം പോവുകയാണ്. അപ്പോൾ ഇത്രയധികം എന്താ പറയുക കടം വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, തീർച്ചയായിട്ടും നമുക്ക് ടാക്സ് വിധിക്കണം അല്ലെ. അപ്പൊ ഇൻക്രീസ് ഇൻ ടാക്സ് മാത്രമാണ് എന്ത് വഴി, ഇനി പണം ഉണ്ടാക്കാനുള്ള വഴി. ഇനി ഇതുപോലെ തന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെ വലിയ ഒരു പോപ്പുലേഷൻ റൈസും ഉണ്ടാകുന്നുണ്ട്. അതായത് 1715 കണക്കുകൾ പറയുന്നത് അനുസരിച്ച് 23 മില്യൺ ആയിരുന്നു ജനസംഖ്യ എന്നുണ്ടെങ്കിൽ ഈ 1789 നമ്മുടെ വിപ്ലവം നടക്കുന്ന കാലഘട്ടമായപ്പോഴേക്കും അതിൽ നിന്നും വളരെ ചുരുങ്ങിയ ഈ കാലഘട്ടം കൊണ്ട് 5 മില്യൺ ജനത കൂടിയിട്ട് 28 മില്യൺ ജനതയിലേക്ക് ഫ്രാൻസ് മാറി. എന്നാൽ ഇതേ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലോ ഒരുപാട് ശൈത്യമുണ്ടാകുന്നു, കൃത്യമായ ഭരണവ്യവസ്ഥ മുന്നോട്ട് പോകുന്നില്ല. ഇതെല്ലാം സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകാൻ കാരണമാകുന്നു. ജനങ്ങൾ വല്ലാണ്ട് അസ്വസ്ഥരാവുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആ കാലഘട്ടത്തിലെ ഫ്രാൻസിലെ കറൻസിയുടെ പേര് ലിവറേസ് എന്നായിരുന്നു. ഇതാണ് ലിവറേസ് എന്നായിരുന്നു പേര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലിവറേസ് പല പ്രൊണൗൺസിയേഷൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ലിവറേസ് എന്ത് ചെയ്യുക, ഈ സ്പെല്ലിംഗ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 1794 വരെയാണ് ഈ കറൻസി ഉണ്ടായിരുന്നത്. 1794 കൂടിയിട്ട് ഈ കറൻസി എന്ത് ചെയ്തു, അത് അബോളിഷ് ചെയ്ത് എന്ത് ചെയ്തു, ഈ കറൻസി അല്ലാണ്ടായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറൻസിയുടെ പേരും ചില സമയങ്ങളിൽ പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പണം ധാരാളമായിട്ട് ആവശ്യമുണ്ട്, വലിയ കടത്തിലാണ് രാജ്യം പോകുന്നത്, ടാക്സ് വർദ്ധിപ്പിക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, ഫ്രഞ്ച് സമൂഹം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യം ഇവിടെ നോക്കുക. ഫ്രഞ്ച് സമൂഹം എസ്റ്റേറ്റുകളായിട്ടാണ്, നമ്മളിപ്പോൾ വലിയ എസ്റ്റേറ്റ് എന്ന് പറയില്ലേ, അതേ പേര് തന്നെ, എസ്റ്റേറ്റുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രഞ്ച് സമൂഹം വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യ എസ്റ്റേറ്റ് ക്ലർജിയാണ്, അതായത് പുരോഹിതന്മാർ, പുരോഹിത വിഭാഗം. മനസ്സിലാവുന്നുണ്ടോ? പുരോഹിത വിഭാഗമാണ് ഫസ്റ്റ്. അതിനുശേഷം നൊബിലിറ്റിയാണ്. നൊബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, പ്രഭുക്കന്മാർ. മനസ്സിലാവുന്നുണ്ടോ? പ്രഭുക്കന്മാർ. ഓക്കെ, അപ്പോൾ പുരോഹിതന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട് രണ്ടാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ബാക്കി എല്ലാവരും, അതായത് കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അധ്യാപകര്, ബാങ്കർമാര്, ഇതൊക്കെ അടങ്ങുന്ന ഒരു മധ്യവർഗം അവിടെയുണ്ട്. എന്താണ് മധ്യവർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്താണ് മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ആളുകളുടെ കൂട്ടത്തിലല്ല, എന്നാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുമല്ല. അതായത് സ്മോൾ പെസൻസ്, ലാൻഡ്ലെസ് ലേബറേഴ്സ്, സെർവൻസ്, ഇങ്ങനെയുള്ള ആളുകളോ ആർട്ടിസൻസോ ഒന്നുമല്ല. ഇവരെന്ത് ചെയ്യുകയാണ്, പുതിയ കച്ചവടങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുള്ള തലം, റെനേസൻസ് മൂവ്മെന്റുകൾ അല്ലെ, ഇതെല്ലാം നടന്നിട്ട് കച്ചവടങ്ങൾക്ക് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുന്നു. നമ്മൾ അമേരിക്കൻ റവല്യൂഷന്റെ സമയത്തും കണ്ടിരുന്നു അല്ലെ. പുതിയ നാടുകളിലെ കച്ചവടങ്ങൾ ഇവർ നടത്തുന്നു, പുതിയ ജോലികൾ, അതായത് വെറുതെ ഭൂമിയിൽ എന്താ പറയുക ജോലി ചെയ്യുക എന്നതിനും അപ്പുറത്തേക്കുള്ള പുതിയ ജോലികൾ ഇവർ കണ്ടെത്തുന്നു. ഇങ്ങനെ ഇവര് ഈ താഴത്തെ ഘട്ടത്തിൽ നിന്നും മുകളിലേക്കുള്ള പല ആളുകളുടെയും ഒപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇവര് മുകളിൽ എത്തിയിട്ടുമില്ല എന്നാൽ താഴെയുമല്ല, ഇങ്ങനെ ഒരു ത്രിശങ്കുവിൽ കിടക്കുന്ന ഈ മിഡിൽ ക്ലാസ്സിന് വലിയ ആഗ്രഹങ്ങളും ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അവസ്ഥ പക്ഷെ അത്ര ശുഭകരമായിരുന്നില്ല.
എന്തുകൊണ്ടാണ് ഇവരുടെ അവസ്ഥ അത്ര ശുഭകരമായിരുന്നില്ല എന്ന് പറയുന്നത്? നോക്കൂ, നമുക്ക് ഈ ഫ്രഞ്ച് സമൂഹത്തിന്റെ ഈ മൊത്തത്തിലുള്ള കിടപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ക്ലർജി ഉണ്ടല്ലോ, ക്ലർജിയുടെ കയ്യിൽ വലിയ വലിയ എമൗണ്ട് ഓഫ് ലാൻഡ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഈ ലാൻഡുകളിൽ ഒന്നും ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ദ ടാക്സസ്. അത്രയധികം ഭൂമി കയ്യിലുണ്ടായിരുന്ന ഈ ക്ലർജിക്ക്, പുരോഹിത വിഭാഗത്തിന് ടാക്സ് കൊടുക്കേണ്ടതേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പുരോഹിത വിഭാഗങ്ങൾക്ക് ഫാർമേഴ്സ്, കൃഷിക്കാരുണ്ടല്ലോ, ഇവര് ദേ ഹാഡ് ടു പേ എ ടാക്സ് കോൾഡ് ടിഥേ. എന്താണ് ടിഥേ എന്ന് പറയുന്ന ഒരു ടാക്സ് ഈ ക്ലർജിക്ക് ആര് കൊടുക്കണമായിരുന്നു? കർഷകർ കൊടുക്കണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ക്ലർജിയുടെ കൺട്രോളിലാണ് ഹയർ പൊസിഷൻസ് എല്ലാം ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ്, മിലിറ്ററി സർവീസുകളിലെ ഭരണപരമായിട്ടുള്ള, സൈനികപരമായിട്ടുള്ള ഇടങ്ങളിൽ, അപ്പോയിൻമെന്റുകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ക്ലർജി വഹിച്ചിരുന്നു. അപ്പൊ നോക്കി നോക്കൂ, അധികാരം വളരെയധികം കയ്യിലുണ്ട്, ഒരുപാട് ഭൂമി കയ്യിലുണ്ട്, അതിൽ നിന്ന് നല്ലപോലെ വരവുമുണ്ട്. എന്നാൽ ടാക്സുകളൊന്നും ഇവർ അടയ്ക്കേണ്ടതില്ല. അതിനു പുറമെ ഇവര് ഫാർമേഴ്സിന്റെ അടുത്ത് എന്ത് ചെയ്യും? ടിഥേ എന്ന് പറയുന്ന ഒരു ടാക്സ് പിരിക്കുകയും ചെയ്യും. എന്ത് സുഖകരമായ ജീവിതം അല്ലെ? അപ്പൊ ക്ലർജി, പുരോഹിത വർഗം ഇങ്ങനെ ജീവിച്ചു ഫസ്റ്റ് എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട്. ഇനി സെക്കൻഡ് എസ്റ്റേറ്റിൽ നൊബിലിറ്റി ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? നൊബിലിറ്റി ഉണ്ടായിരുന്നു. ഈ നൊബിലിറ്റിയാണ് ദേ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്. ദേ കളക്ടഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാർമേഴ്സ്. പല പല രീതിയിൽ ഇവർക്ക് ഭൂമിയുമൊക്കെ എന്തുണ്ട് ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വിവിധങ്ങളായിട്ടുള്ള ടാക്സുകൾ ഫാർമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു? പിരിച്ചു. അതുപോലെ തന്നെ ഈ നൊബിലിറ്റി, പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ ഫാർമേഴ്സ് വേജ് ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യണമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതായത് അവിടുത്തെ കർഷകർ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പ്രഭുക്കന്മാരുടെ, ഈ ഒരു പ്രഭുവിന്റെ കീഴിലായിരിക്കും ആ കുറേ ഭൂമി, അവിടെയായിരിക്കും ഇവരൊക്കെ താമസിക്കുന്നതും കൃഷി ചെയ്യുന്നതൊക്കെ ആയിട്ട്. ഇവര് പലപ്പോഴും പണം ഒന്നും വാങ്ങാതെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം ഇവർക്ക് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? നൊബിലിറ്റിയും എന്തായിരുന്നു? ദേ ഓൾസോ വർ എക്സംപ്റ്റഡ് ഫ്രം ദ ടാക്സസ്. അവർക്കും ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നില്ല. വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഇവർ ജീവിച്ചു. വലിയ എമൗണ്ട് ഓഫ് ലാൻഡ് ഇവരുടെയും കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, ഈ രണ്ട് വിഭാഗങ്ങളുടെ കയ്യിലും ഒരുപാട് ലാൻഡ് ഉണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്. പക്ഷെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഇവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ടാക്സ് അടയ്ക്കേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ തേർഡ് എസ്റ്റേറ്റിലേക്ക് വരികയാണ്. ഈ തേർഡ് എസ്റ്റേറ്റിലാണ് ഉയർന്നു വരുന്ന മിഡിൽ ക്ലാസ് ഇപ്പോഴും ഉള്ളത്. ഇതിലാണ് ട്രേഡർമാർ, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ് ഒക്കെ ഉള്ളത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഫാർമേഴ്സും ക്രാഫ്റ്റ്മെനും മറ്റും ലാൻഡ്ലെസ് ലേബറേഴ്സും സെർവൻസും എല്ലാവരും ഈ തേർഡ് എസ്റ്റേറ്റിലാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബേസിക്കലി ഒന്നാമത്തെ കാര്യം, ഇവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു സ്ഥലത്തും എന്താണ്, ഇവർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നില്ല. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇവർക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവർ ഗവൺമെന്റിലേക്ക് ടെയിലേ എന്ന് പറയുന്ന ഒരു നികുതി അടയ്ക്കുമായിരുന്നു. ടെയിലേ എന്ന് പറയുന്ന ഒരു നികുതി ഇവർ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കൂ, ടാക്സ് അടയ്ക്കുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, അത് തേർഡ് എസ്റ്റേറ്റാണ്. ഒരു രാഷ്ട്രത്തിന്റെ കയ്യിലുള്ള മുഴുവനായിട്ടുള്ള ഒരു വലിയ എമൗണ്ട് ഓഫ് ഭൂമി കയ്യിലുണ്ടായിരുന്ന ക്ലർജിയും നൊബിലിറ്റിയും ടാക്സ് അടയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ മൃഗീയ ഭൂരിപക്ഷം വരുന്ന ഈ ആൾക്കാരുടെ കയ്യിൽ എല്ലാം കൂടിയിട്ട് ബാക്കിയുള്ള കുറച്ച് ഭൂമിയേ ഉള്ളൂ, വർക്കിങ്ങേ ഉള്ളൂ, ഇവർ ടാക്സ് അടയ്ക്കുകയും വേണം. എന്നാൽ സോഷ്യൽ സ്റ്റാറ്റസോ, ഇറ്റ് ഈസ് ലോ സോഷ്യൽ സ്റ്റാറ്റസ്, വളരെ താഴെ എന്താ പറയുക നിൽക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ആർക്കുള്ളത്? ഇവർക്കുള്ള സമൂഹത്തിന്റെ അടിത്തട്ടിലായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. ദേ പേ ടാക്സസ് ടു ക്ലർജി ആൻഡ് നൊബിൾസ്. ക്ലർജിക്കും നൊബിൾസിനും ഇവരെന്ത് ചെയ്തു? ടാക്സ് കൊടുക്കണമായിരുന്നു. നമ്മൾ കണ്ടു അല്ലെ, ടിഥേ ടാക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിന് ടെയിലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് എന്ത് ചെയ്യണം? തേർഡ് സ്റ്റേറ്റ് അടയ്ക്കണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള അതേ ഡയഗ്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഡയഗ്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്കറിയുമോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് റെജീം എന്ന് പറയും. എന്താണ് ഓൾഡ് റെജീം? അതായത് വിപ്ലവത്തിന് മുമ്പ് 789 മുമ്പുള്ള ഈ ഓൾഡ് റെജീമിലെ 90% ആളുകൾ പെസൻസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകളായിരുന്നു 90% ആളുകളും. 60% ഭൂമി ആരുടെ കയ്യിലായിരുന്നു? നൊബിൾസിന്റെ കയ്യിൽ, ചർച്ചിന്റെ കയ്യിൽ. പിന്നെ ബാക്കിയുള്ളത് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ, വളരെ പണം നല്ല പോലെയുള്ള ആളുകളുടെ കയ്യിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് 2 എസ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്തായിരുന്നു? നോ ടാക്സ് ടു ദ സ്റ്റേറ്റ്. അവർക്ക് സ്റ്റേറ്റിന് ഒരു ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾക്ക്, ക്ലർജിക്കാണെന്നുണ്ടെങ്കിലും നൊബിൾസിനാണെന്നുണ്ടെങ്കിലും അല്ലെ, പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ടാക്സ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ടിഥേ എന്ന് പറയുന്ന ഒരു ടാക്സ് ചർച്ചിലേക്ക് തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫാർമേഴ്സ് കൊടുക്കണമായിരുന്നു. എന്തായിരുന്നു ടിഥേ?
1/10 ഓഫ് ദ അഗ്രി പ്രൊഡ്യൂസ്. അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ 1/10 ആർക്ക് കൊടുക്കണം? ചർച്ചിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ടെയിലെ, എന്താണ് ടെയിലെ? ഇത് ടാക്സ് ഡയറക്ട്ലി പെയ്ഡ് ടു ദ സ്റ്റേറ്റ് ആയിരുന്നു. സ്റ്റേറ്റിന് ഡയറക്ട്ലി കൊടുക്കേണ്ടതായിട്ടുള്ള ടാക്സ് ആയിരുന്നു ഏത്? ടെയിലെ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ടെയിലെ എന്ന് പറയുന്ന ഈ ടാക്സ് എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റ് ഗവൺമെന്റിന് നേരിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ടിഥെ എന്ന് പറയുന്നത് ക്ലർജിക്ക്, ഫാർമേഴ്സ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ റൈസ് ഫ്രാൻസിൽ വരുന്നത്. അതായത് ഒരു നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന കാലഘട്ടം എന്നൊക്കെ പറയില്ലേ, ഒരു 60-70 വർഷം കൊണ്ട് 50 ലക്ഷത്തോളം ആളുകൾ, 50 lakhs ആൾ, അന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം നിങ്ങൾ. 50 ലക്ഷം ആളുകൾ എന്ത് ചെയ്യുകയാണ്? വർദ്ധിക്കുകയാണ്. 50 ലക്ഷം ആളുകൾ വർദ്ധിക്കുന്നതോടുകൂടി ഇന്നത്തെ പോലെ മെഷീനുകളില്ല, ഇന്നത്തെ പോലെ വലിയ എമൗണ്ട് ഓഫ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല, അസുഖങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. ഇതെന്തിലേക്ക് നയിക്കുകയാണ്? സബ്സിസ്റ്റൻസ് ക്രൈസിസിലേക്ക് നയിക്കുകയാണ്. നോക്കൂ, ചോദ്യങ്ങളിൽ, സ്റ്റേറ്റ്മെന്റുകളിൽ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് വെച്ചാൽ? സബ്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചു പോവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക? ജീവിച്ചു പോവുക എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ജീവിച്ചു പോവുക എന്ന് പറയുന്ന സമയത്ത്? അതായത് സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് സബ്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ കൃഷി ചെയ്യുകയാണ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്നൊരു ടേം ഉണ്ട്. എന്താണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഫാം ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സബ്സിസ്റ്റൻസിനാ. അതായത് ആ ആൾക്ക് അയാളുടെ കുടുംബത്തിന് ഉപയോഗിക്കാനുള്ളത് മാത്രമേ അയാൾ കൃഷി ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് വിൽക്കാൻ കൊമേഴ്ഷ്യലായിട്ട് ഒന്നും അയാളുടെ കയ്യിലില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സബ്സിസ്റ്റൻസ്. അപ്പൊ കറക്റ്റായിട്ട് ജീവിച്ചു പോകാനുള്ള സാധനങ്ങൾ മാത്രമാണ് അവിടെ ആകെക്കൂടി സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നത്. അതിൽ പോലും ക്രൈസിസ് വരികയാണ്. ഇതെന്തിലേക്ക് നയിക്കുകയാണ്? ഫുഡ് റയറ്റ്സിലേക്ക് നയിക്കുക. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് റയറ്റുകൾ, ലഹളകൾ അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനോടൊപ്പം തന്നെ സോഷ്യൽ പൊസിഷനില് ഇവരാരും എവിടെയുമില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ആ ഭാഗത്ത് തേർഡ് എസ്റ്റേറ്റിൽ ലോയേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയധികം അവര് വിദ്യാഭ്യാസം നേടി, അവര് എന്ത് നേടിയിട്ടുണ്ട്? പണം ഇവർ കുറേ ആളുകൾ നേടി. ഇതെല്ലാം നേടിയിട്ടും ഞങ്ങളെ ഇപ്പോഴും ഏതോ താഴെയുള്ള ആളുകളായിട്ട് കണക്കാക്കുന്നു എന്നത് ഇവരെ വല്ലാണ്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സൊസൈറ്റിയിലെ പൊസിഷൻ എന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കഴിവുള്ളവന് ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒന്നും ഇവിടെ ഇല്ല. രാജവംശത്തിലെ, പുരോഹിത വംശത്തിലൊക്കെ ജനിക്കുകയാണെങ്കിൽ അവിടെ എത്താമെന്നല്ലാണ്ട് വേറെ ഒരു കാര്യവുമില്ല എന്നെന്ത് ചെയ്യുകയാണ്? അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അതിനോടൊപ്പം ഇവിടെ എന്തുകൂടി നടക്കുന്നു? ഫുഡ് റയറ്റുകളും ആരംഭിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിൽ സമൂഹത്തിൽ ഇതിനു മുൻപുള്ള ടൈംസിലും എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? പല അജിറ്റേഷൻസും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവയെല്ലാം ഫെയിലായി. ഇതൊന്നും സക്സസ് ആയില്ല. ഈ ഒരു സമയത്താണ് ഈ 18th സെഞ്ച്വറിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ മിഡിൽ ക്ലാസ് പതുക്കെ ഗ്രോ ചെയ്യുന്നതും തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ ഞങ്ങൾക്കും എന്ത് വേണം? അധികാരങ്ങൾ വേണം. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു, ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിലാണ് നിങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോയേഴ്സ്, ബിസിനസ്മാൻമാർ, അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, ഇവർക്കെല്ലാവരുടെയും തലയിൽ പുതിയ ഐഡിയാസ് പതുക്കെ വരികയാണ്. ഓക്കെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഞങ്ങൾ ചില കാര്യങ്ങൾ പിടിച്ചു വാങ്ങേണ്ടതുണ്ട്. ഇതേ കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? നമുക്കറിയാം, അമേരിക്കൻ റവല്യൂഷൻ. ഫ്രാൻസ് തന്നെ ബ്രിട്ടനെതിരായിട്ടുള്ള സ്റ്റെപ്പ് എന്ന രീതിയിൽ ഫ്രാൻസ് എടുത്ത അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നതും അതിനോടൊപ്പം അമേരിക്കയിൽ ഒരു ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കപ്പെടുന്നതും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജനങ്ങൾക്ക് ഇൻഏലിയബിൾ ആയിട്ടുള്ള മനുഷ്യന് ഇൻഏലിയബിൾ ആയിട്ടുള്ള ചില റൈറ്റ്സ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്, അവകാശങ്ങളുണ്ട് എന്ന ഈ ആശയം എന്ത് ചെയ്യുകയാണ്? എല്ലാവിടേക്കും ഇങ്ങനെ എത്തിത്തുടങ്ങുകയാണ്. അപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ്റെ ന്യൂസുകളും കാര്യങ്ങളും ഫ്രാൻസിലേക്കും എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഗ്യാരൻറ്റീഡ്
ദ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അല്ലേ? ഈ ഒരു കാലഘട്ടം എന്തിലേക്ക് നയിക്കുകയാണ്? ആശയങ്ങൾ. ഇതേ കാലഘട്ടത്തിൽ മാനുഫാക്ചറിങ് വർദ്ധിക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ ഭൂമിയെ, അല്ലേ, ഇവിടെയുള്ള ആളുകൾ മുഴുവൻ എങ്ങനത്തെ ആൾക്കാരാണ്? ഫ്യൂഡൽ ലോട്ട്സ് ആണ്. അല്ലേ? ഭൂമി കയ്യിലുള്ള ആളാണ് അവിടുത്തെ പ്രഭു. അല്ലേ? അപ്പം ഭൂമിയിൽ ഇവരെല്ലാവരും എന്താണ്, ശമ്പളം പോലും കൊടുക്കാണ്ട് ഒരുപാട് പേരെ പണിയിപ്പിക്കണു. അപ്പൊ ഈ ഭൂമി കയ്യിൽ വെച്ചിട്ട് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന രീതി മാറിയിട്ട് മാനുഫാക്ചറിങ് തുടങ്ങി, ഓവർസീസ് ട്രേഡുകൾ തുടങ്ങി. ഇതെല്ലാം ഭൂമി കയ്യിലുള്ളവന് മാത്രം പൈസ എന്ന ആ ഒരു അന്നത്തെ നിയമത്തിനെ അപ്പാടെ മാറ്റിമറച്ചു. എന്നിട്ട് എന്താക്കി മാറ്റി? ഓക്കെ, പുതിയതായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻകമിനുള്ള രീതികൾ ആളുകൾ കണ്ടുപിടിച്ചു തുടങ്ങി. പണം കയ്യിലുണ്ട്, എന്തും വാങ്ങാൻ പറ്റും, പക്ഷെ സമൂഹത്തിൽ സ്ഥാനമില്ല. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ആളുകളും പണമുണ്ടാക്കി ഓവർസീസ് ട്രേഡും മറ്റും നടത്തുന്ന ഈ കച്ചവടക്കാരും ഇവരെല്ലാവരും ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസുമായിട്ട് ഒന്നിച്ചു വരികയാണ്. ഇവരെല്ലാമാണ് ഈ മിഡിൽ ക്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ദേ നീഡഡ് ഫ്രീഡം. അവർക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു. ദേ നീഡഡ് ഈക്വൽ ലോസ് ഫോർ എവരി വൺ. എല്ലാവർക്കും തുല്യമായ നിയമങ്ങൾ, സമത്വം വേണമായിരുന്നു. ദേ നീഡഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. തുല്യമായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് വേണമായിരുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു സമരമാർഗം പിന്നീട് തുടങ്ങാം. ഇങ്ങനെ നിൽക്കുന്ന വളരെയധികം എന്താ പറയുക, സ്പ്രെഡ് ഓഫ് ഫിലോസഫീസ്, അല്ലേ, ബുക്സിലൂടെ, പുസ്തകങ്ങളിലൂടെ, ന്യൂസ് പേപ്പറുകളിലൂടെ, അവിടുത്തെ ഫ്രാൻസിലെ പല കഫേസിലൂടെയൊക്കെ ഇത്തരം ആശയങ്ങൾ എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ ഫർദർ ഇമ്പോസിഷൻ ഓഫ് ടാക്സസ്, പുതിയ ടാക്സുകൾ എന്താണ് ഏർപ്പെടുത്തുക എന്ന ഒരു ആശയവുമായിട്ട് ഇറ്റ് വാസ് ഹാങ്ങിങ് ഇൻ ദ ഹൊറൈസൺ. അല്ലേ? അതെന്താണ് അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജാവ് ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താ എടുക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് വിളിച്ചു വരുത്താം, നമുക്ക് ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടാം എന്നുള്ള തലത്തിലൊരു തീരുമാനം അവർ പതുക്കെ എടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് അതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റീസൺസ് നമ്മളിപ്പോൾ കണ്ടു. നമ്മളെപ്പോഴും പറയും, അല്ലേ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, വിപ്ലവങ്ങളും സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും പഠിക്കുമ്പോൾ ആദ്യം ഹിസ്റ്റോറിക്കലായിട്ട് ആ വിപ്ലവത്തിനുള്ള കാരണങ്ങൾ പഠിക്കുക. ഇപ്പം ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം എന്തുണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു ഫിലോസഫിക്കൽ സപ്പോർട്ട് ഉണ്ടാവും. അതായത് അതിനെ തത്വചിന്താപരമായി ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതാണ് ശരി എന്ന് പറയുന്ന ആശയം ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചിന്തകൾ എന്ത് ചെയ്യും? ചില ആളുകൾ കൊളുത്തിവെക്കും. ഈ ഫിലോസഫിക്കൽ പാർട്ട് കഴിഞ്ഞ് പിന്നെയാണ് എന്ത് വരുന്നത്? ഫയർ. അല്ലെ? പിന്നെയാണ് അത് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഈ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ചില ആളുകളെ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. നോക്കൂ, ഒരാള് ജോൺ ലോക്ക് ആയിരുന്നു. ആരാണ് ജോൺ ലോക്ക്? ഇദ്ദേഹം എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി മനസ്സിലാക്കുക, ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെന്റ്. എന്താണ് ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെന്റ്? ഇതിൽ അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, ഹി റെഫ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡിവൈൻ ആൻഡ് അബ്സല്യൂട്ട് റൈറ്റ് ഓഫ് ദ മൊണാർക്ക്. മൊണാർക്കിൻ്റെ, അതായത് രാജാവിൻ്റെ ഡിവൈൻ ആയിട്ടുള്ള, പവിത്രമായ, അതായത് ദൈവമാണ് എനിക്ക് ഈ അധികാരം തന്നത് എന്ന് പറയുന്ന, അതുപോലെ തന്നെ അബ്സല്യൂട്ട് ആയിട്ടുള്ള, അപ്പൊ ദൈവദത്തമാണെന്ന് പറയുന്ന ആശയത്തിനെയും അബ്സല്യൂട്ട്, ആർക്കും ഇതിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഇതിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു അധികാരമായിരുന്നു മൊണാർക്കിനുണ്ടായിരുന്നത്. ഈ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഈ സോ കോൾഡ് ഡിവൈൻ ആയിട്ടുള്ള അധികാരത്തിനെ എതിർത്തു, റെഫ്യൂട്ട് ചെയ്ത ഒരു എന്താ പറയുക ആശയമാണ് ജോൺ ലോക്ക് ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക എഴുത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ഇതേ സമയത്താണ് അടുത്ത ഒരു എന്ത് പറയുന്നത് ഒരാശയം മോണ്ടെസ്ക്യൂ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ചിന്തകൻ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം തൻ്റെ സ്പിരിറ്റ് ഓഫ് ദ ലോസ് എന്ന് പറയുന്ന കൃതിയിലൂടെ, എന്ന് പറയുന്ന രചനയിലൂടെ ഡിവിഷൻ ഓഫ് പവറിനെ കുറിച്ച് സംസാരിക്കണം. എന്താണ് ഡിവിഷൻ ഓഫ് പവർ? നമുക്കറിയാം, അല്ലേ, ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ there is legislature for law making, നിയമം നിർമ്മിക്കാൻ, എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങൾ, ഈ ലോസ് നടപ്പിലാക്കാൻ, അതുപോലെ തന്നെ ജുഡീഷ്യറി എന്തിനാണ്? നിയമങ്ങൾ വ്യാഖ്യാനം ചെയ്യാൻ. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, എക്സിക്യൂട്ടീവ് നടത്തുന്ന സ്റ്റെപ്പുകൾ, ഇതിലൊക്കെ ഭരണഘടനാപരമായ തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ, ഇതിനൊക്കെ ജുഡീഷ്യറി. അപ്പോൾ ഇവരെല്ലാവരും, എന്നാൽ ഈ ജുഡീഷ്യറി അപ്പോയിന്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാർക്കുണ്ട്? എക്സിക്യൂട്ടീവിനുണ്ട്. ഈ എക്സിക്യൂട്ടീവിന് പക്ഷേ ആരോട് എപ്പോഴും കടപ്പാടുണ്ട്? ലെജിസ്ലേച്ചറിനോട് കടപ്പാടുണ്ട്.
അല്ലേ? അപ്പൊ ഇങ്ങനെ ജുഡീഷ്യറി എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ രണ്ടുപേരെയും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാലൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അധികാരങ്ങൾ ഇവരിൽ ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? വിഭജിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് ഡിവിഷൻ ഓഫ് പവർ. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഈ അടുത്ത് ഒരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ബില്ലുകൾ പാസ്സാക്കുന്ന സമയത്ത് ഇത്ര 3 മാസത്തിനുള്ളിൽ പാസ്സായതായിട്ട് കണക്കാക്കും, പാസ്സാക്കിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ബെഞ്ചിന്റെ വിധിയെ സുപ്രീം കോടതി എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചു, ഭരണഘടനാ ബെഞ്ച്. കാരണം എന്താണ്? അങ്ങനെ ചെയ്താൽ പാർലമെന്റ് തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു കയറുന്ന പോലെയാവും. അപ്പൊ ഡിവിഷൻ ഓഫ് പവർ അവിടെ എന്താണ്? ഇല്ലാണ്ടാവും എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അപ്പൊ ഇതുപോലെ ഡിവിഷൻ ഓഫ് പവർ വേണം. പണ്ടെങ്ങനെയാ? കിങ് എന്ത് ചെയ്യും? നിയമം ഉണ്ടാക്കും. കിങ് എന്ത് ചെയ്യും? നിയമം നടപ്പിലാക്കും. കിങ് എന്ത് ചെയ്യും? അത് ശരിയാണോ എന്ന് തീരുമാനിക്കും. ഇത് പറ്റില്ല. നിയമങ്ങൾ എന്ത് ചെയ്യണം? പാർലമെന്റിൻ്റെതായിട്ടുള്ള അധികാരങ്ങൾ വേണം. അത് എന്താ പറയുക, നോക്കാൻ ജുഡീഷ്യറി വേണം. അതുപോലെ തന്നെ എന്താണ്? എക്സിക്യൂട്ടീവ് വേണമെങ്കിൽ കിങ് എന്ത് ചെയ്യാം? എക്സിക്യൂട്ടീവ് ഹെഡായിട്ടിരുന്നിട്ട് അതിനടിയിൽ എന്ത് ചെയ്യും? ലെജിസ്ലേറ്റീവ് തലത്തിലുള്ള ആളുകൾ, നിയമം നിർമ്മിക്കാനുള്ള വേറെ ആളുകളും ഉണ്ടാകും. അപ്പോൾ ഡിവിഷൻ ഓഫ് പവർ വേണം, എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. സ്പിരിറ്റ് ഓഫ് ദ ലോസ് എന്ന് പറയുന്ന കൃതിയിലൂടെ എന്ത് ചെയ്യുകയാണ്? ഈ ബേസിക് കാര്യം മോണ്ടെസ്ക്യൂ പറയുകയാണ്. ദെൻ റൂസോ എന്ത് എഴുതുകയാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന കൃതി എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനപ്പെട്ട കൃതി എഴുതുന്നത് ജീൻ ജാക്കസ് റൂസോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 3 പേരുടെയും ഈ 3 പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ ഓർത്തിരിക്കണം. പരീക്ഷകളിൽ ചോദ്യം വരുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോയാലോ നമുക്ക്? നെക്സ്റ്റ് ഭാഗം വളരെ പ്രധാനപ്പെട്ട PSC പരീക്ഷകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, സ്ഥിരമായി ചോദ്യം വരുന്ന ചില പ്രധാനപ്പെട്ട വാചകങ്ങൾ. എന്താണ് ഒന്നാമത്തെ വാചകം? ഒന്നാമത്തേത് വോൾട്ടയറിൻ്റെതാണ്. എന്താണ് വോൾട്ടയർ പറയുന്നത്? വോൾട്ടയർ പറയുന്നു, ഹി റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. അതായത് ക്ലർജിയുടെ, പുരോഹിതന്മാരുടെ ചൂഷണത്തെ എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം പരിഹസിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചോദ്യം അങ്ങനെയായിരിക്കും ചിലപ്പോൾ വരിക. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതിയത്, പറഞ്ഞത് ആരായിരുന്നു? വോൾട്ടയർ ആയിരുന്നു. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജിയെ റിഡിക്യൂൾ ചെയ്തു. ദെൻ പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. എന്തൊക്കെയാണ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്? യുക്തിചിന്തയെ പ്രൊമോട്ട് ചെയ്തു, സമത്വത്തിനെ, മനുഷ്യ സ്നേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിച്ച, എഴുതിയ ആളായിരുന്നു വോൾട്ടയർ. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്തയും സമത്വവും മനുഷ്യസ്നേഹവും വേണമെന്ന് പറയും. നോക്കൂ, ചൂഷണത്തെ അല്ലേ നോക്കൂ, ചൂഷണം, ഒരാൾ മറ്റൊരാൾ എന്ത് ചെയ്യുകയാണ്? ചൂഷണം ചെയ്യുകയാണ്. മനുഷ്യസ്നേഹമുള്ള ഒരാൾ ചൂഷണം ചെയ്യുമോ? ചെയ്യില്ല, അല്ലെ? എല്ലാവരെയും സമത്വം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, എൻ്റെ തുല്യനാണ് മറ്റേയാളും എന്ന് കണക്കാക്കുന്ന ഒരാൾ ചൂഷണം ചെയ്യുമോ? ചെയ്യില്ല. യുക്തിയോടുകൂടി ചിന്തിക്കുക, റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ ചൂഷണം ചെയ്യുകയോ ചൂഷണത്തിന് നിന്നുകൊടുക്കുകയോ ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ ചൂഷണം, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം, ഇത് ഒന്നിച്ച് ചേർത്ത് പഠിക്കുക. ആരായിരുന്നു? വോൾട്ടയർ, അല്ലെ? ഇത് കൃത്യമായി യുക്തിചിന്ത, അല്ലെ? എന്താണ് യുക്തിചിന്ത? യുക്തി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പുതിയ ഒരു ഐഡിയ വരുന്ന പോലെയല്ലേ? അപ്പോൾ വോൾട്ടയർ വോൾട്ടേജ് എന്ന് ആലോചിച്ചോ, ഒരു ബൾബ് കത്തി എന്ന് ആലോചിച്ചോ, യുക്തിചിന്ത. ബാക്കിയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം, ഇതൊക്കെ ഉള്ളവർ ചൂഷണം ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വോൾട്ടേജ് എന്ന രീതിയിൽ ആലോചിക്കുക, ബൾബ് കത്തുന്നു എന്ന് ആലോചിക്കുക, ബാക്കിയൊക്കെ കൂടി എന്ത് ചെയ്യുക? കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്ഥിരമായി വന്നിട്ടുള്ളൊരു ചോദ്യം, റൂസോ, അല്ലേ? റൂസോ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവേർ ഹീസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എവിടെയും അവൻ ചങ്ങലയിലാണ് എന്ന് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം റൂസോ വ്യക്തമാക്കി. അതുപോലെ തന്നെ ജനങ്ങളാണ് പരമാധികാരി, അതായത് മനുഷ്യൻ ഒരിടത്തും ചങ്ങലയിൽ കഴിയേണ്ടവനല്ല, അധികാരം കൈയാളേണ്ടവനാണ് ജനങ്ങൾ എന്ന് പറഞ്ഞു. ആര്? അല്ലെ? ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞു വിചാരിച്ചുകൂടെ നിങ്ങൾക്ക്? അപ്പൊ മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാരാണ്? റൂസോ ആണ്. അദ്ദേഹം തന്നെയാണ് ജനങ്ങളാണ് പരമാധികാരികൾ, ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പരമാധികാരി ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ആളുകളാണ് ജനങ്ങളെന്ന് റൂസോ പറയുകയുണ്ടായി. കൃത്യമാണല്ലോ. സോ ഡിക്ലെയർഡ് ദ പീപ്പിൾ ആർ ദ സോവറീൻ. നമ്മുടെ പ്രിയാമ്പിളിലെ ആദ്യത്തെ വാക്കാണ് രാജ്യത്തിനെ കുറിച്ചിട്ടുള്ളത്, അല്ലെ? സോവറീൻ, സോഷ്യൽ, സെക്യുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ രാജ്യത്തിനെ നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നത്. അപ്പൊ സോവറീൻ, പരമാധികാര രാഷ്ട്രം, സോവറീൻ, പീപ്പിൾ ആർ സോവറീൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി മോണ്ടെസ്ക്യൂയിലേക്ക് വരികയാണ്. മോണ്ടെസ്ക്യൂ എന്ത് പറഞ്ഞു? എൻകറേജ് ഡെമോക്രസി
ആൻഡ് റിപ്പബ്ലിക്. ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക് എന്നുള്ള ആശയത്തിനെയും പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ കണ്ടില്ലേ, എന്താണ്, ഹി പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം എന്ത് ചെയ്തു, അദ്ദേഹം മുന്നോട്ട് വെച്ചു അല്ലെ. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, അതുപോലെ തന്നെ നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം. എന്ത്, ഡിവിഷൻ ഓഫ് പവേഴ്സ് ആവശ്യമാണ്. ലെജിസ്ലേച്ചർ എന്നും എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും തിരിക്കണമെന്ന് മോണ്ടെസ്ക്യൂ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേ കാലഘട്ടത്തിൽ തന്നെ വിപ്ലവത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ വിപ്ലവത്തിന് ശേഷം പോലും ജനങ്ങളുടെ ഉള്ളിലേക്ക് നീതി എത്തിയിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പത്രകാരനായിരുന്നു ജീൻ പോൾ മറാട്ട്. ആരാണ്? ജീൻ പോൾ മറാട്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പത്രമായിരുന്നു ലാമി ഡോ പീപ്പിൾ. എനിക്ക് എൻ്റെ പ്രൊനൗൺസിയേഷൻ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷനാണ്, ഞാൻ ഒരിക്കലും ശരിയായിട്ട് ആയിരിക്കില്ല അത് പറയുന്നുണ്ടാവുക. ദർ വിൽ ബി അനദർ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ, എനിക്കത് അറിയില്ല. ഞാൻ ജസ്റ്റ് ലാമി ഡോ പീപ്പിൾ എന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ കൂട്ടുകാരൻ എന്നർത്ഥമുള്ള പത്രത്തിലൂടെ വിപ്ലവത്തിൻ്റെ സമയത്ത് അതിന് ശേഷമൊക്കെ ജനങ്ങളുടെ ഉള്ളിലേക്ക് പല പല കാര്യങ്ങളും എത്താത്തതിനെ കുറിച്ചിട്ട് എഴുതിയ ഒരാളായിരുന്നു ജീൻ പോൾ മറാട്ട്. ജീൻ പോൾ മറാട്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ, അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ, ഇവ നമ്മൾ കഴിഞ്ഞ 2 സ്ലൈഡുകളിലൂടെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. പരീക്ഷകളിൽ തുടർച്ചയായി വരുന്ന ചോദ്യങ്ങളാണ്, മനസ്സിലാക്കുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി പുതിയ ടാക്സുകൾ പിരിക്കാൻ രാജാവ് തീരുമാനിച്ചു അല്ലേ. പുതിയ ടാക്സ് പിരിക്കാനായിട്ട് എന്ത് വേണം? ഫ്രാൻസിലെ നിയമം അനുസരിച്ച് പാർലമെന്റിനാണ് എന്ത് ചെയ്യേണ്ടത്? പുതിയ ടാക്സുകൾ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റുക? ചെയ്യാനായിട്ട് പറ്റുക. പുതിയ ടാക്സ് പിരിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൻ്റെതായിട്ടുള്ള അനുവാദി അല്ലെങ്കിൽ നിയമനിർമ്മാണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹം എസ്റ്റേറ്റ് ജനറൽ വിളിക്കുകയാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റുകളുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള മീറ്റിംഗ് ആണ് എസ്റ്റേറ്റ് ജനറൽ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയല്ലേ. ഈ എസ്റ്റേറ്റ് ജനറൽ ഇതിനു മുമ്പ് വിളിച്ചു കൂട്ടപ്പെട്ടത് എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾക്ക്? 1614 1614 വിളിച്ചു കൂട്ടിയതിന് ശേഷം പിന്നീട് എത്ര വർഷം കഴിഞ്ഞു ഇപ്പോൾ അല്ലേ? എത്ര വർഷം കഴിയുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 175 വർഷത്തിന് ശേഷമോ മറ്റോ അല്ലേ? 175 അല്ലേ? 175 കൂട്ടി എത്തില്ലേ? 5 4 9 8, അതെ, 175 വർഷങ്ങൾക്ക് ശേഷമാണ്, 175 ഇയേഴ്സിന് ശേഷം എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ്. 5 May 1789 എസ്റ്റേറ്റ് ജനറൽ വാസ് കോൾഡ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നോക്കൂ, എസ്റ്റേറ്റ് ജനറൽസിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് 285 പേരുണ്ട്. സെക്കൻഡ് എസ്റ്റേറ്റിൽ നിന്ന് 308 പേരുണ്ട്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് 621 പേരും. ഇപ്പം തന്നെ നമുക്കറിയാം മൊത്തം ജനങ്ങളും കിടക്കുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. എന്നിട്ട് പോലും ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ഇനി എണ്ണം എടുത്ത് നോക്കിക്കേ. ഇനി എണ്ണം എടുത്താൽ പോലും തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ മൊത്തം ആൾക്കാർ വിൽ ബി ഹയർ ദാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സ് കമ്പൈൻഡ് അല്ലേ. തേർഡ് എസ്റ്റേറ്റിൻ്റെ മൊത്തം ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും കമ്പൈൻഡ് ആയതിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ എന്ത് സംഭവിച്ചറിയോ? അത്രയും കാലമുണ്ടായിരുന്ന പ്രാക്ടീസിൻ്റെ പോലെ തന്നെ ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ടായിരിക്കുമെന്ന് രാജാവ് പറഞ്ഞു. അതായത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സെക്കൻഡ് എസ്റ്റേറ്റും ഫസ്റ്റ് എസ്റ്റേറ്റും അവരെല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ആർക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യുള്ളൂ? രാജാവ്. അതായത് സ്റ്റാറ്റസ് കോ, നിലവിൽ എന്തുണ്ടോ അതിനെയാണ് സ്റ്റാറ്റസ് കോ എന്ന് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിലവിൽ എന്തുണ്ടോ അത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എന്ത് സിസ്റ്റമാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ നിൽക്കുക. അതാണ് സ്റ്റാറ്റസ് കോയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ എന്നതിൻ്റെ അർത്ഥം. അപ്പം സ്റ്റാറ്റസ് കോ നിലനിൽക്കാനേ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ തേർഡ് എസ്റ്റേറ്റ് എന്തു പറഞ്ഞു? അങ്ങനെ പറ്റില്ല. തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു ഈച്ച് മെമ്പർ ഷുഡ് ഹാവ് 1 വോട്ട്. ഓരോ മെമ്പർക്കും ഒരു വോട്ട് വേണം. എൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റുകൾ ഒന്നിച്ചു ചേർന്ന് വോട്ട് ചെയ്താൽ പോലും തേർഡ് എസ്റ്റേറ്റിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇത് അനുവദിച്ചില്ല. ഇത് പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തേർഡ് എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു? ഈ പരിപാടിയെ ബഹിഷ്കരിക്കുകയും അവർ വാക്കൗട്ട് നടത്തുകയും ചെയ്തു. അവർ എന്ത് ചെയ്തു? അവർ ഇറങ്ങിപ്പോവുകയാണ് എസ്റ്റേറ്റ് ജനറലിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നയിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. മനസ്സിലാവുന്നുണ്ടോ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ?
ജൂൺ 1789 വെർസൈലേസിലുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഈ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് വന്ന് ഒന്നിച്ചു ചേരുകയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവർ പറഞ്ഞു, ഇനി നമ്മളാണ് നാഷണൽ അസംബ്ലി, നമ്മളാണ് ദേശീയ അസംബ്ലി എന്നിവർ എന്ത് ചെയ്യുകയാണ്? പ്രഖ്യാപിക്കുകയാണ്. സോ they declared themselves as നാഷണൽ അസംബ്ലി. എന്നിട്ട് അവർ തീരുമാനിച്ചു, നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എഴുതാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം എന്താണ്? ഇന്നും ഭരണഘടനകളുടെ ഉദ്ദേശം എന്താണ്? ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദ മൊണാർക്ക്. അന്ന് മൊണാർക്കായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത്. മൊണാർക്കിന്റെ അധികാരങ്ങൾ ലിമിറ്റ് ചെയ്യുക, വെട്ടിക്കുറയ്ക്കുക എന്നതായിരുന്നു അന്നത്തെ ഭരണഘടന ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇന്നെന്താണ്? സ്റ്റേറ്റിന്റെ അധികാരങ്ങളുടെ മുകളിലുള്ള ഒരു പിടുത്തമാണ് ഭരണഘടന. അല്ലെ, ചിലത് ചെയ്യണം, ചിലത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. മിറാബു എന്നാണ് പേര്. അഗെയിൻ പ്ലീസ് പാർഡൺ മൈ പ്രൊനൗൺസിയേഷൻ, ചിലപ്പോൾ ഫ്രഞ്ചിൽ വേറെ ആയിരിക്കാം, വേറെ പ്രൊനൗൺസിയേഷൻ ആയിരിക്കാം. മിറാബുവും അതുപോലെ തന്നെ അബേ സിയാസും. ആരാണ്? അബേ സിയാസും. ഇവർ രണ്ടുപേരും, മിറാബു എന്ന് പറഞ്ഞ ഇദ്ദേഹം ഒരു പ്രീസ്റ്റ്ലി ക്ലാസ്സിൽപ്പെട്ട ഒരാളായിരുന്നു. അബേ സിയാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു നോബിൾ ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഈ തേർഡ് എസ്റ്റേറ്റിന്റെ ഒപ്പമാണ് നിന്നിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവർ രണ്ടുപേരും തേർഡ് എസ്റ്റേറ്റിന് വേണ്ടി വാദിച്ച രണ്ട് ആളുകളായിരുന്നു. ഇതിൽ അബേ സിയാസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രചനയാണ് വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ രചന ആരുടേതാണ്? അബേ സിയാസിൻ്റെ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ, കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നു. എന്നിട്ട് തേർഡ് എസ്റ്റേറ്റിൻ്റെ അധികാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ എഴുതണം, നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കണം, എല്ലാവർക്കും അധികാരങ്ങൾ വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചുകൊണ്ട് മാത്രമേ ഈ നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുള്ളൂ, ഇനി പിരിഞ്ഞു പോവുകയുള്ളൂ എന്നെടുത്തിട്ടുള്ള ഈ പ്രതിജ്ഞയെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിൻ്റെ ദിവസം ഏതാണ്? 20 ജൂൺ 1789. എന്നിട്ട് ഇവർ എന്ത് ആരംഭിക്കുന്നു? ഭരണഘടന നിർമ്മിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനിടയിൽ പതുക്കെ എന്ത് സംഭവിക്കുകയാണ്? റവല്യൂഷൻ്റെ കാലഘട്ടം വന്നു തുടങ്ങുകയാണ്. പതുക്കെ വിന്ററിൻ്റെ കാലഘട്ടം ആവുന്നു. അതിന് മുമ്പ് ഒരു വിന്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിന്ററുകൾ ഓരോന്നും ശക്തമായ വിന്ററുകൾ ആവുന്നു. ബാഡ് ഹാർവസ്റ്റ്, വിളകൾ ഒട്ടും തന്നെ കിട്ടുന്നില്ല, വിളകൾ നശിക്കുന്നു. ഇതെന്തിലേക്ക് നയിക്കും? വിളകൾ നശിക്കുമ്പോൾ നമ്മുടെ ചന്തയിൽ, മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തില്ല, പ്രൈസ് റൈസ് ഉണ്ടാവുന്നു. പ്രൈസ് റൈസ് ഉണ്ടാകുന്നത് മാത്രമല്ല, ആളുകൾ എന്ത് ചെയ്യുന്നു? ഹോർഡിങ് ആരംഭിക്കുന്നു. എന്താണ് ഹോർഡിങ്? സാധനങ്ങൾ വേണമെന്ന് വെച്ച് പൂഴ്ത്തി വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പൂഴ്ത്തി വെച്ചിട്ട് അപ്പോൾ പിന്നെയും സാധനങ്ങൾ കിട്ടില്ല. അപ്പോൾ ആളുകൾ എന്ത് വില കൊടുത്തും സാധനങ്ങൾ വാങ്ങും. അപ്പോൾ വളരെ ഉയർന്ന ലാഭത്തിൽ, ഉയർന്ന വിലയിൽ തങ്ങളുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് മടുക്കുകയാണ്. സഹിക്കാൻ പറ്റാണ്ടായിട്ട് ഈ സ്ത്രീകളെല്ലാവരും കൂടി റോഡിലേക്ക് ഇറങ്ങുകയാണ്, കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. രാജാവ് എന്നാൽ ഈ കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് പരിഗണിക്കാം, നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം എന്ന് പറയാതെ രാജാവ്, ദ കിങ് ഓർഡേഴ്സ് ട്രൂപ്സ് ടു മൂവ്. രാജാവ് ഓർഡർ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ സൈന്യത്തിനോട് എന്ത് ചെയ്യുകയാണ്? മുന്നോട്ടേക്ക് ഇറങ്ങാനായിട്ട് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ജനങ്ങളെ ആകെ ഇളക്കി മറിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് 1789 ജൂലൈ 14. 1789 ജൂലൈ 14 ജനങ്ങൾ ഒന്നാകെ കൂടി ഫോർട്ട് പ്രിസൺ ഓഫ് ബാസ്റ്റിൽ കോട്ട എന്നറിയപ്പെടുന്ന ഈ പൊളിറ്റിക്കലായിട്ടുള്ള എതിരാളികളെ തടവിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജയിൽ കൂടിയായിരുന്നു ഈ ബാസ്റ്റിൽ കോട്ട. അപ്പോൾ ഫോർട്ട് പ്രിസൺ ഓഫ് ബാസ്റ്റിൽ, ഒരു കോട്ടയുടെ ഉള്ളിൽ ജയിലായിരുന്നു ബാസ്റ്റിൽ. ഇതിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുകയാണ്, അത് തകർക്കപ്പെടുകയാണ്. അവിടുത്തെ കുറേ തടവുപുള്ളികളൊന്നും 7-8 പേരുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അവരെ മോചിപ്പിക്കുകയാണ്. പക്ഷെ ഈ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച മൊണാർക്കിയുടെ, ഈ രാജവംശത്തിൻ്റെ അബ്സല്യൂട്ട് പവറിൻ്റെ സിമ്പലായിരുന്നു ഈ ബാസ്റ്റിൽ കോട്ട. അതിൻ്റെ തകർച്ച, അതിൻ്റെ വീഴ്ച മൊണാർക്കിയുടെ തന്നെ വീഴ്ചയായിട്ട് പറയപ്പെട്ടു. അപ്പോൾ സിമ്പൽ, ആ ഒരു അവരുടെ എന്താ പറയുക, ആർക്കും തടയാൻ പറ്റാത്ത ഒരു അധികാരത്തിൻ്റെ എതിരെ നടന്നിട്ടുള്ള ശക്തമായൊരു പോരാട്ടം, അതിൻ്റെ വീഴ്ചയായിട്ട് ബാസ്റ്റിൽ കോട്ടയുടെ ഡിസ്ട്രക്ഷനെ ആളുകൾ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇതേ കാലഘട്ടത്തിൽ പല ന്യൂസുകൾ പ്രചരിക്കുകയാണ്. എന്താണ് മാനർ എന്ന് പറഞ്ഞാൽ? മാനോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എസ്റ്റേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലോഡ്സ്, ലാൻഡ്സ് ആൻഡ് മാൻഷൻ.
അതുപോലെ തന്നെ മറ്റൊരു എന്താ പറയുക പ്രൊനൗൺസിയേഷൻ എനിക്ക് ഇതിലും ചെറിയൊരു സംശയമുണ്ട്. ചാറ്റോ എന്ന് പറയും. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വേറെ എന്തായിരിക്കും കേട്ടോ. ടി എന്താ പറയുക പറയണമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കാസിൽ ഓഫ് സ്റ്റേറ്റ്ലി റെസിഡൻസ് ബിലോങ്ങിങ് ടു കിങ് ആൻഡ് നോബിൾമെൻ. രാജാവ് പ്രഭുക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന അവരുടെ വലിയ കാസിലാണിത്. മാനോർ എന്ന് വെച്ചാൽ എന്താണ്? മാനോർ ഈസ് അടുത്ത് വലിയ എസ്റ്റേറ്റ് ആയിരിക്കും. മനസ്സിലാവും. ഇറ്റ് ഈസ് അതിൽ ഒരുപാട് ഭൂമി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വീടുകൾ, വലിയ ബംഗ്ലാവുകൾ ഉണ്ടാകും, കൃഷിയിടങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയ ന്യൂസുകൾ പരക്കുകയാണ്. ഈ വിളകളൊക്കെ നശിപ്പിക്കാൻ പ്രഭുക്കന്മാരും അവരുടെ ശിങ്കിടികളെ കൂടി ഇറങ്ങുകയാണ് എന്നൊരു ന്യൂസ് പരക്കുകയാണ്. കർഷകരും സാധാരണക്കാരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് പുറത്തിറങ്ങുന്നു. ഈ എസ്റ്റേറ്റുകൾ, ഈ ചാറ്റൂസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അവർ പിടിച്ചെടുക്കുകയാണ്, ചിലതൊക്കെ തകർക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഫ്രാൻസിൻ്റെ പലയിടങ്ങളിലേക്ക് സ്പ്രെഡായിട്ട് ഇവർ കയ്യിൽ കിട്ടിയിട്ടുള്ള കുന്തവും വടിവാളും സാധനങ്ങളും വെച്ചങ്ങ് പോവുകയാണ്. ഈ പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെ പിടിച്ചെടുക്കാനായിട്ട് ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? സോ ഇത് എന്ത് ചെയ്യുന്നു? ഇവിടെ സംഭവിച്ചു തുടങ്ങുന്നത് ഒരു വലിയ വിപ്ലവത്തിലേക്ക് അങ്ങനെ മൊത്തത്തിൽ ഫ്രാൻസ് കടക്കുകയാണ്. ബാസിൽ കോട്ട വീഴുന്നു, അബ്സല്യൂട്ട് പവറിൻ്റെ സിമ്പൽ ഇല്ലാതാകുന്നു, പ്രഭുക്കന്മാരുടെയും മറ്റുമായിട്ടുള്ള ഭൂമികൾ സാധാരണ ജനങ്ങൾ തങ്ങൾക്ക് കിട്ടിയ ആയുധങ്ങളുമായി കടന്നു ചെന്ന് പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം പടർന്നു പിടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് കാരണമായ വാചകങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്താൽ മനസ്സിലാവും എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്, അല്ലേ? ഇനി എങ്ങോട്ട് പോവുകയാണ്? 4 ഓഗസ്റ്റ് 1789, 14 ഓഗസ്റ്റ് 1789. ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒബ്ലിഗേഷൻ ഓഫ് ടാക്സസ്, അല്ലെ, ഇത്ര ടാക്സുകൾ തേർഡ് എസ്റ്റേറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്ന ഈ ഫ്യൂഡൽ സിസ്റ്റം ബേസ് അബോളിഷ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നതോ? തേർഡ് എസ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള കുറേ എന്താ പറയുന്നത് ഈ ടാക്സുകൾ എന്ന് പറയുന്ന ഈ ഫ്യൂഡൽ സിസ്റ്റം അതോടുകൂടി ഇല്ലാണ്ടാകുന്നു. ഭൂമി ഈ പ്രഭുക്കന്മാരുടെയും മറ്റും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ലാൻഡ് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യുകയാണ്? പിടിച്ചു വാങ്ങപ്പെടുകയാണ്. അത് മറ്റുള്ള ആളുകൾക്കും ലഭിക്കുകയാണ്. ദെൻ നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് നടത്തുകയാണ് 1791. 1791 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് സംഭവിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ലിമിറ്റ് ദ പവർ ഓഫ് ദ മൊണാർക്ക്. മൊണാർക്കിൻ്റെ പവർ, രാജാവിൻ്റെ അധികാരങ്ങൾ ലിമിറ്റ് ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്തായിരുന്നു? ഡിവിഷൻ ഓഫ് പവർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ തലങ്ങളിൽ അധികാരങ്ങൾ വിഭജിച്ച് കൊടുക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയവർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നടത്തുകയാണ്. അങ്ങനെ ഫ്രാൻസ് ഒരു മൊണാർക്കി എന്ന തലത്തിൽ നിന്നും എന്തായി മാറുകയാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായിട്ട് മാറുകയാണ്. അതായത് ലൂയി 16 അല്ലെങ്കിൽ ഭാര്യയെയോ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? അവരെന്ത് ചെയ്യുകയാണ്? രാജാവ് അവിടെ ഇരുന്നോട്ടെ, പക്ഷേ ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഇനി എന്ത് ചെയ്യണം? രാജ്യം ഭരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയായിട്ട് ഫ്രാൻസ് മാറുകയാണ്. എന്നാൽ പിന്നെ അവിടം കൊണ്ട് അതങ്ങോട്ട് അവസാനിപ്പിച്ച് പരിപാടി അവസാനിപ്പിച്ചാൽ പോരെ? പക്ഷെ അതിന് രാജാവിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും എന്താണ്? വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നോക്കി, ഇതിന് ശേഷം വന്നിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. കിങ് എങ്ങോട്ടും പോയിട്ടില്ല, കിങ് അവിടെ തന്നെയുണ്ട്. പക്ഷെ കിങ്ങിനെ ആര് കൺട്രോൾ ചെയ്യും? നാഷണൽ അസംബ്ലി കൺട്രോൾ ചെയ്യും. ഈ നാഷണൽ അസംബ്ലി 745 മെമ്പർമാരുള്ളതാ. ഇവരെ എലക്ട് ചെയ്യുന്നത് 500 ആളുകളാണ്. എത്രയാണ്? 50,000, 50,000-ഓളമുള്ള ഇലക്ടേഴ്സ് ആണ് ഇവർ. ഈ ഇലക്ടേഴ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ട് ഇവിടുന്ന് ആക്റ്റീവ് സിറ്റിസൺസ് എന്നും പാസീവ് സിറ്റിസൺസ് എന്നും മൊത്തം ജനതയെ തിരിക്കുകയാണ്. ഈ ആക്റ്റീവ് സിറ്റിസൺസിനാണ് വോട്ട് ചെയ്യാൻ പറ്റുക. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു വോട്ട്. മനസ്സിലാവുന്നുണ്ടോ? ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു വോട്ട്. അതായത് ഏതാണ്ട് 28 മില്യൺ പോപ്പുലേഷനിലെ 4 മില്യൺ ആളുകളാണ് ഈ ആക്റ്റീവ് സിറ്റിസൺസ് ആയിട്ടുള്ള വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആളുകൾ. അല്ലാത്ത ആളുകളെയെല്ലാം പാസീവ് സിറ്റിസൺസ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അതായത് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഇതിൽ സ്ത്രീകളുണ്ട്, ചിൽഡ്രൻ ഉണ്ട്, യൂത്ത് ബിലോ 25, 25 വയസ്സിൽ താഴെയുള്ള യങ് ആയിട്ടുള്ള ആളുകളും ഇതിൽ പെടും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ കയ്യിൽ പണം, ഭൂമി, അങ്ങനെ പല പല കാര്യങ്ങളില്ലാത്ത പല ആളുകൾക്കും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. സോ ഇൻ ഷോർട്ട് ഒരു 4 മില്യൺ ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ആക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ഇലക്ടേഴ്സിന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. 50,000-ഓളം ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇവർ നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഇൻഡയറക്ട്ലി ഇലക്ട് ചെയ്യപ്പെട്ട ഒരു നാഷണൽ അസംബ്ലി അവിടെ കിടക്കുന്നത്. ഇൻഡയറക്ട്ലി ആണ്
ഇവർ എലക്ട് ചെയ്യപ്പെട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ നാഷണൽ അസംബ്ലിക്ക് എന്തുണ്ട്? രാജാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, രാജാവിന് വീറ്റോ അധികാരങ്ങളുമുണ്ട്. ഈ നാഷണൽ അസംബ്ലിയാണ് മിനിസ്റ്റർമാരെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ആക്റ്റീവ് സിറ്റിസൺസ് ആയിട്ടുള്ള ഇവരാണ് വോട്ട് ചെയ്തിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നത്? ജഡ്ജിയെയും തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമുക്കറിയാം, സ്ത്രീകൾക്ക് വോട്ടില്ല, യങ്സ്റ്റേഴ്സിന് വോട്ടില്ല, രാജ്യത്തിലെ വലിയൊരു വിഭാഗത്തിന് എന്താണ്? വോട്ടിംഗ് അധികാരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ വിപ്ലവം പൂർത്തിയായി എന്ന് പറയാൻ പറ്റുമോ? പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല. ഈ സമയത്താണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ ഉണ്ടാവുന്നത്. ഇതാണ് ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കപ്പെടുന്നത്. ഫ്രഞ്ച് ഭരണഘടനയുടെ ഏറ്റവും തുടക്കത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ കാണാൻ പറ്റും. മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയമാണ് അതിൽ ആദ്യത്തെ വാചകത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ് എന്ന് പറയുന്ന വാചകത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉടനീളം ചില പൊളിറ്റിക്കൽ സിമ്പലുകളുണ്ട്. ഇത് പുതിയ NCERT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, നോക്കൂ. ബ്രോക്കൺ ചെയിൻ ഉണ്ട്, ഇങ്ങനെ പൊട്ടിയൊരു ചെയിന്. അത് ആക്ട് ഓഫ് ബിക്കമിങ് ഫ്രീ, സ്വാതന്ത്ര്യം നേടുന്നതിനെ സൂചിപ്പിക്കുന്നു. ദർ ഇസ് എ ബണ്ടിൽ ഓഫ് റോഡ്സ് ഓർ ഫേസസ്, അതായത് ഇങ്ങനെ റോഡുകൾ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ഒന്നിച്ച്, ഇങ്ങനെ കുറേ റോഡ്സ് ഒന്നിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പിക്ചർ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു മുനയൊക്കെ ആയിട്ട്. ഇതെന്താ അറിയോ? ഒരു വടിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പൊട്ടിക്കാൻ എളുപ്പമാണ് അല്ലേ? ഒരു വടി ഒറ്റയ്ക്ക് വന്നാൽ പൊട്ടിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒന്നിച്ച് ചേർത്ത് വെച്ചാലോ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ സ്ട്രെങ്ത് ലൈസ് ഇൻ യൂണിറ്റി. എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതിൽ ഐക്യമത്യം മഹാബലം എന്ന് പറയില്ലേ, ആ ഒരു സൂചനയാണ് ബണ്ടിൽ ഓഫ് റോഡ്സ് ഓർ ഫേസസ് എന്ത് ചെയ്യുന്നത് നമുക്ക് നൽകുന്നത്. ദെൻ ദ ഐ വിത്തിൻ ദ ട്രയാങ്കിൾ റേഡിയേറ്റിംഗ് ലൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇലൂമിനാറ്റി എന്നും പറഞ്ഞിട്ടൊരു സാധനം കാണാറില്ലേ? ഇങ്ങനെ ഒരു ട്രയാങ്കിളും നടുക്കെല്ലാം കാണുന്ന ഒരു കണ്ണും ചുറ്റും ഇങ്ങനെ പ്രകാശവും. ഈ സിമ്പൽ വരുന്നത് എവിടുന്ന? ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇലൂമിനാറ്റി എന്ന് പറഞ്ഞ് കാണുന്ന അത് കംപ്ലീറ്റ്ലി ഇലൂമിനാറ്റി പറഞ്ഞ് കാണിക്കുന്നത് മാത്രമല്ല, വേറെയും കുറേ പല സാധനങ്ങളുണ്ട്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾ സീയിങ് ഐ, എല്ലാം കാണുന്ന കണ്ണ്. ഇത് എന്താണ്? നോളജിനെ സൂചിപ്പിക്കുന്നു. എന്തിനാണ്? നോളജിനെ സൂചിപ്പിക്കുന്നു. എല്ലാം അറിയുന്ന, മനസ്സിലാക്കുന്ന, ഓൾ സീയിങ് ഐ എന്നൊരു അർത്ഥമാണ് ഇതിന് ഉള്ളത്. ദെൻ ദർ ഇസ് എ സെപ്റ്റർ. നമ്മളുടെ പാർലമെന്റിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു ചെങ്കോല് കൊണ്ടുപോയി വെച്ചില്ലേ? ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു വന്നിട്ട് അല്ലേ? ചെങ്കോല് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെങ്കോല് കൊണ്ടുപോയിട്ട് വെച്ചു. രാഷ്ട്രപതിയൊക്കെ സ്പീക്കറൊക്കെ ഇരിക്കണതിൻ്റെ സൈഡിലായിട്ടൊരു ചെങ്കോൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ അവിടുത്തെ ഒരു ചെങ്കോല് എന്ന് പറയാം. അതാണ് ഈ സെപ്റ്റർ. ഇത് സിംബൽ ഓഫ് പവർ ആണ്, അധികാരത്തിൻ്റെ എന്താണ്? സൂചനയാണ് ഇത്. ദെൻ ദർ ഇസ് എ സ്നേക്ക് ബൈറ്റിംഗ് ഇറ്റ്സ് ടെയിൽ ടു ഫോം എ റിംഗ്. അതായത് ഞാനിത് വരയ്ക്കുന്നത് പാമ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കിയാൽ തന്നെ രക്ഷയില്ല. നാവൊക്കെ പുറത്തിട്ടൊരു പാമ്പ്. ഓക്കെ, ഈ പാമ്പ് ഇതിൻ്റെ വാലിനെ തന്നെ കടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു സർക്കിൾ, ഒരു റിങ് പോലെ ഉണ്ടാവുകയാണ്. ഇതെന്താ അറിയോ? സിംബൽ ഓഫ് എറ്റേണിറ്റി, അവസാനമില്ലാത്ത, അതായത് ഇങ്ങനെ എന്താ പറയുക, നിർഗളം ഇങ്ങനെ പ്രവഹിക്കുന്ന എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള രാഷ്ട്രത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനൊക്കെ ആയിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവുക. ഒരു സിംബൽ ഓഫ് എറ്റേണിറ്റി ആയിരുന്നു, അവസാനമില്ലാത്ത, അന്ത്യമില്ലാത്ത എന്താ പറയുന്നത്, ഒരു പോലെ എന്താണ് പാമ്പിൻ്റെ തലയും അതിൻ്റെ വാലിന് ഇത് തന്നെ വിഴുങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ദെൻ ദർ ഈസ് റെഡ് ഫ്രിജിയൻ ക്യാപ്പ്. ഈ പിക്ചറിലുള്ളതാണ് ഫ്രിജിയൻ ക്യാപ്പ്, റെഡ് ഫ്രിജിയൻ ക്യാപ്പ്. അതായത് ഇറ്റ് ഈസ് എ ക്യാപ്പ് worn by a slave upon becoming free. അടിമയായിരുന്ന ഒരാൾ പിന്നീട് സ്വതന്ത്രനാക്കപ്പെടുമ്പോൾ ആ ആള് താൻ സ്വതന്ത്രനായി എന്ന സിമ്പലാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഇത് ഫ്രിജിയൻ ക്യാപ്പ് വെച്ചിരുന്നത്. നമ്മളുടെ കഴിഞ്ഞ ഒളിമ്പിക്സ് ഇല്ലേ, പാരീസ് ഒളിമ്പിക്സ് ഉണ്ടായിരുന്നില്ലേ? ഈ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നമായിരുന്നു ഈ ഫ്രിജിയൻ ക്യാപ്സ്. മനസ്സിലാവുണ്ടോ? ഈ ഫ്രിജിയൻ ക്യാപ്പ് പാരീസ് ഒളിമ്പിക്സിൻ്റെ എന്തായിരുന്നു? ഭാഗ്യചിഹ്നം ആയിരുന്നു. ദെൻ ദർ ഈസ് ബ്ലൂ, വൈറ്റ്, റെഡ്. നമ്മൾ ആദ്യത്തെ സിമ്പലിൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലേ? ആദ്യത്തെ നമ്മുടെ സ്ലൈഡ്, അതിൽ ഫ്രഞ്ച് എന്ന് ഞാൻ എഴുതിയിരുന്നത് ഈ 3 കളർ വെച്ചിട്ടാണ്, ബ്ലൂവും വൈറ്റും റെഡും വെച്ചിട്ടാണ്. എന്താണ്? ദേ ആർ ദ നാഷണൽ കളേഴ്സ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ കൊടിയിലും ഇപ്പം നിങ്ങൾക്ക് ഈ ബ്ലൂ, വൈറ്റ്, റെഡ് കാണാനായിട്ട് സാധിക്കും. ദെൻ ദർ ഈസ് എ വിങ്ഡ് വുമൺ. ഒരു മലാഖയെ പോലുള്ളൊരു ഇങ്ങനെ ചിറകുള്ള ഒരു വുമണിനെ കാണിക്കുന്നുണ്ട്. അത് പെർസോണിഫിക്കേഷൻ ഓഫ് ലോ, നീതി നൽകുന്ന ഒരു എന്താ പറയുക, നിയമത്തിൻ്റെ പെർസോണിഫിക്കേഷനാണത്. ദെൻ ദർ ഈസ് എ ലോ ടാബ്ലറ്റ്. ഇങ്ങനെ
ഒരു 2 കല്ലുകൾ വെച്ച പോലെ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, ഇത് എഴുതി വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ 2 കല്ലുകളിലായിട്ടാണ്. മനസ്സിലാവുണ്ടോ? ടാബ്ലറ്റുകളിലായിട്ടാണ്. മനസ്സിലാവും? 2 കരിങ്കല്ല് സങ്കല്പിച്ചാൽ മതി നിങ്ങൾ. ദ ലോ ടാബ്ലറ്റ്. ലോ ഈസ് സെയിം ഫോർ ഓൾ ആർ ഈക്വൽ ബിഫോർ ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ആശയമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സിമ്പലുകൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവയാണ്. ഇവ എന്ത് എന്ന് ചോദിച്ചിട്ട് ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് മറുപടി എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പതുക്കെ പോവുകയാണ്. ആഫ്റ്റർ മാത്ത് ഓഫ് ദ റവല്യൂഷൻ. നോക്കൂ, ഫ്രാൻസിൽ ഇങ്ങനെ ഒരു പുതിയ ആശയം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾക്ക് ഭയമായി. കാരണം നിങ്ങൾക്കറിയാലേ, അറബ് മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന പോലെയുള്ള പറയുക ജാസ്മിൻ റവല്യൂഷൻ എന്ന് വെച്ചിട്ട് അറബ് ലോകത്ത് അറബ് വസന്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ വിപ്ലവം ഇങ്ങനെ അവിടുത്തെ രാജഭരണങ്ങൾക്കെതിരായിട്ട്, അവിടുത്തെ എന്താ പറയുക ഏകാധിപതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് പൊട്ടിപ്പുറപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? ഇനി ഒരു രാജ്യത്തെ അടുത്ത രാജ്യത്തേക്ക് പടരില്ലേ എന്നതായിരുന്നു പേടി. അപ്പം നൈബറിങ് കൺട്രീസ് സ്വാഭാവികമായിട്ടും വെറിയായി. ലൂയി 16 കിങ് ഓഫ് പേർഷ്യ എന്ത് ചെയ്യുക, ബന്ധപ്പെടുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറികടക്കണമെന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടൽ നാഷണൽ അസംബ്ലി വലിയ വെല്ലുവിളിയായിട്ട് എടുക്കുകയും 792 പ്രഷ്യക്കെതിരായിട്ടും ഓസ്ട്രിയക്കെതിരായിട്ടും നാഷണൽ അസംബ്ലി യുദ്ധം പ്രഖ്യാപിക്കുകയുമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ ഒന്നിച്ച് യുദ്ധത്തിനിറങ്ങുകയാണ്. തങ്ങളുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് അവർ എന്ത് ചെയ്യുകയാണ്, യുദ്ധത്തിന് തയ്യാറാവുകയാണ്. അന്ന് അവർ പാടിയിരുന്ന ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ് റോജർ ഡെ ലെസ്ലെയുടെ ഒരു മാർസലീസ് എന്ന് പറയുന്ന ഈ ഗാനം. ഏതാണ് മാർസലീസ് എന്ന് പറയുന്ന ഈ ഒരു ഗാനമുണ്ട്. നമ്മളുടെ ഇവിടുത്തെ വന്ദേ മാതരം പോലെ അല്ലെങ്കിൽ ജനഗണമന പോലെയൊക്കെ ആളുകൾക്ക് ഒരു പാട്രിയോട്ടിസം ഫീല് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗാനമാണ് പിന്നീട് ഫ്രാൻസിൻ്റെ നാഷണൽ ആന്തമായിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 791 എന്താണ് എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് ജനങ്ങൾ തന്നെ തോന്നുകയാണ്. ഈ സമയത്താണ് ഒരു പുതിയ ക്ലബ്ബ് വരുന്നത്, ജാക്കോബിയൻ ക്ലബ്ബ്. ജാക്കോബിയൻ ക്ലബിൻ്റെ നേതാവായിട്ട് വന്ന ഒരാളായിരുന്നു മാക്സിമിലിയൻ റോബേസ്പിയർ. ആരാണ്? മാക്സിമിലിയൻ റോബേസ്പിയർ ഈ ജാക്കോബിയൻ ക്ലബിൻ്റെ നേതാവായിട്ടുള്ള ഒരാളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ മാക്സിമിലിയൻ റോബേസ്പിയർ ഇദ്ദേഹം ഈ ജാക്കോബിയൻ ക്ലബ്ബ് അടിസ്ഥാനപരമായിട്ട് കുറച്ചുകൂടി മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഈ മിഡിൽ ക്ലാസിൻ്റെയും കുറച്ചുകൂടി താഴെയുള്ള ആളുകളാണ്. അതായത് ഈ ജാക്കോബിയൻ ക്ലബ്ബിലെ ആളുകൾ ദേ ആർ ലെസ് പ്രോസ്പെറസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഇവർ ധരിച്ചിരുന്ന ഡ്രസ്സുകളാണ് ഈ ലോങ് ആയിട്ടുള്ള സ്ട്രിപ്റ്റ് ട്രൗസേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡോക്ക് വർക്കേഴ്സ് ഇല്ലേ, ഡോക്സിൽ സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിനും എല്ലാവരുമായിട്ട് പണിയുന്ന ഡോക്സിലെ വർക്കേഴ്സ് ഇല്ലേ, ഈ ഡോക്സിലെ വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ഒരു യൂണിഫോം ആയിരുന്നു ഈ സ്ട്രൈബ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ. മനസ്സിലാവണം നിങ്ങൾക്ക്? അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ ഇട്ടിട്ടാണ് ഈ ജാക്കോബിയൻ ക്ലബ്ബിലെ അംഗങ്ങൾ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഏതാണ്? നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. എന്ത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ സാൻസ്കുലോട്ട്സ് എന്ന് പറയില്ലേ, അപ്പോൾ ഈ സാൻസ്കുലോട്ട്സ് എന്ന് പറയുന്ന ഇവര് ദേ വർ റാഡിക്കൽസ്, ഒരു മിലിറ്റൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ആയിരുന്നു അവർ. 18th സെഞ്ചുറിയിലെ ഫ്രാൻസിലെ മിലിറ്റൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ആയിരുന്നു. ഈ സോ കോൾഡ് ഈ ഡ്രസ്സില്ലേ, ഈ ലോങ് ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലൂ കളർ സ്ട്രൈപ്സ് ധരിച്ചിട്ടുള്ള ഇവരായിരുന്നു ഈ സാൻസ്കുലോട്ട്സ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാക്സിമിലിയൻ റോബേസ്പിയർ ഇവരുടെ ഒരു നേതാവ് എന്ന തലത്തിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്നു. ജാക്കോബിയൻ ക്ലബ്ബിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവരെ കിടക്കുന്നത്. അപ്പം ഇവര് ദേ വർ കീ ഫോർ ഹും ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഈ റോബേസ്പിയറിനെ ശക്തമായിട്ട് എന്ത് ചെയ്യുകയാണ്, സപ്പോർട്ട് ചെയ്തു. അവർ ഫ്രാൻസ് എന്തായി മാറണം, ഒരു റിപ്പബ്ലിക് ആവണമെന്നും നമുക്കിവിടെ എന്ത് കാണണം, ഡെമോക്രസിയാണ് വേണ്ടത് എന്നും അവർ ശക്തമായിട്ട് വിശ്വസിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റവല്യൂഷൻ ഇനി എന്ത് ചെയ്യണം, ഒരു റാഡിക്കൽ ഫേസിലേക്ക്, ശക്തമായൊരു ഫേസിലേക്ക് പോകണമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഒരു ജാക്കോബിയൻ ഇൻസറക്ഷൻ ഉണ്ടാവുകയാണ്. ജാക്കോബിയൻസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. റോയൽ ഫാമിലി ഇംപ്രിസൺ ചെയ്യപ്പെടുകയാണ്, അവർ തടവിലാക്കപ്പെടുകയാണ്. ഇപ്പോൾ റോയൽ ഫാമിലിയുടെ പേരിൽ ഇനി എന്ത് കുറ്റമുണ്ട്, രാഷ്ട്രത്തിനെതിരായിട്ട് പുറമേയുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നു എന്ന രീതിയിലൊരു കുറ്റം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടുള്ളത് ഈ റോയൽ ഫാമിലി ഉണ്ടല്ലോ, ലൂയി 16 അതുപോലെ തന്നെ മേരി ആന്റോയിനേറ്റും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്.
രക്ഷപ്പെടാൻ കൂടി ഇവർ ശ്രമിച്ചപ്പോൾ ഇവരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഇവരെ പിടിച്ചിട്ട് തടവിലിട്ടിട്ട് വിചാരണയ്ക്ക് വിധേയരാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ വോട്ടിംഗ് റൈറ്റ് ഫോർ ഓൾ മെൻ, ശ്രദ്ധിക്കണം, മെന്നിന് മാത്രമേ ഉള്ളൂ, വിമണിനെ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾ മെൻ ഓൺ ആൻഡ് അബൌട്ട് 21, 21 വയസ്സിനും അതിന് മുകളിലുള്ള എല്ലാ ആണുങ്ങൾക്കും എന്ത് ചെയ്യുകയാണ്? വോട്ടിംഗ് റൈറ്റ് കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനെതിരായിട്ടൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. പുതിയ അസംബ്ലി എന്ത് ചെയ്യുന്നു? മൊണാർക്കിയെ അബോളിഷ് ചെയ്യുകയാണ്. സോ ഫ്രാൻസിൽ കാലങ്ങളായി നിലനിന്നിരുന്ന രാജഭരണം, മൊണാർക്കി ഇല്ലാതാകുന്നു 21 സെപ്റ്റംബർ 1792. 1792 21 സെപ്റ്റംബർ ദിനത്തിൽ മൊണാർക്കി ഫ്രാൻസിൽ ഇല്ലാതാകുന്നു. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആവുന്നു. എന്താ റിപ്പബ്ലിക്? ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അത് എന്തായിരിക്കില്ല? ഹെറിഡിറ്ററി ആയിരിക്കില്ല, അല്ലെ? ഹെറിഡിറ്ററി ആയിട്ട് അച്ഛൻ രാജാവാണ്, ഇനി മകൻ രാജാവ്, അടുത്ത ആള് രാജാവ്, അടുത്ത ആള്. ഇപ്പൊ ഇംഗ്ലണ്ട് എന്താണ്? ഇംഗ്ലണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്, അല്ലെ? ഒരു മൊണാർക്കിയാണ് അവിടെ, അല്ലെങ്കിൽ ഡെമോക്രസി ഉണ്ട് അവിടെ ഇംഗ്ലണ്ടിൽ. പക്ഷെ എന്താണ്? സ്റ്റിൽ അതൊരു മൊണാർക്കിയാണ്. കാരണം എന്താണ്? അത് റിപ്പബ്ലിക് അല്ല. ഇംഗ്ലണ്ട് റിപ്പബ്ലിക് അല്ല. കാരണം അവിടെ എന്താണ്? അവിടുത്തെ രാജാവാൻ നമ്മൾ പറഞ്ഞു അല്ലേ, പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ്? ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള സഭയിൽ പെട്ടിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അവിടുത്തെ എന്താവാൻ പറ്റുള്ളൂ? മൊണാർക്കി ആയിട്ട് രാജസിംഹാസനത്തിൽ ക്രൗൺ വെച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇംഗ്ലണ്ട് റിപ്പബ്ലിക് അല്ല, ഫ്രാൻസ് പക്ഷേ എന്തായിട്ട് മാറി? റിപ്പബ്ലിക് ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൃത്യമല്ലേ? അപ്പൊ എന്തൊക്കെ സംഭവങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? 789 ജൂലൈ 14 ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ബോർബൻ രാജവാഴ്ചയ്ക്കെതിരായിട്ടുള്ള ബാസ്റ്റിൽ ജയിൽ അവരെന്ത് ചെയ്യുന്നു? അവർ തകർക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നു. 789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് പാസ്സാക്കുന്നു. 789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് വരുന്നു. ഇപ്പോഴാണ് മേരി ആന്റോണിയറ്റ് എന്ത് പറയുന്നത്? ഇവർക്ക് എന്താ പറയുക, റൊട്ടി കിട്ടിയില്ലെങ്കിൽ എന്താ അവർക്ക് വല്ല കേക്ക് മുറിച്ചെടുത്ത് കഴിച്ചുകൂടെ എന്നവർ പറയുന്നത് ഈ സമയത്തായിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ, കഥകളൊക്കെ പറഞ്ഞിരുന്നു. 792 എന്ത് സംഭവിക്കുകയാണ്? പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. 792 സെപ്റ്റംബർ 21. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ സമയത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ദ റെയിൻ ഓഫ് ടെറർ, ഭീതിയുടെ കാലം. എന്താണത്? 793 മുതൽ 794 വരെയുള്ള ഈ 2 വർഷങ്ങളിലാണ് നമ്മൾ നേരെ റോബേസ്പിയറിനെ കുറിച്ച് പറഞ്ഞില്ലേ, റോബേസ്പിയറിൻ്റെ ഒരു പോളിസികൾ നടക്കുന്നത്. റോബേസ്പിയർ ഒരു ജനാധിപത്യം എന്ന തലത്തിലുള്ള വാദിയൊക്കെ ആയിട്ട് തുടങ്ങിയെന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് പോലെ കാര്യങ്ങൾ മാറുകയാണ്. അദ്ദേഹത്തിനെ എതിർത്തിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഇങ്ങനെ രാഷ്ട്രത്തിനെതിരായി, റിപ്പബ്ലിക്കിനെതിരായിട്ട് നിൽക്കുന്നു എന്ന പേരിൽ 10,000-കണക്കിന് ആളുകളെ ഗില്ലറ്റിൻ വെച്ച് കൊല്ലുകയാണ്. ഇതാണ് ഗില്ലറ്റിൻ. ഏതാണ്? ഈ കാണുന്നതാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. എന്താണ് ഗില്ലറ്റിൻ്റെ പ്രത്യേകത? ഒരു വാളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ താഴെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരാളോട് കഴുത്ത് വെച്ചിട്ട് തല ഇപ്പുറത്തേക്കാക്കിയിട്ട് എന്ത് ചെയ്യും? കടന്നോളാൻ പറയും. അയാളുടെ ബോഡി ഇപ്പുറത്തായിരിക്കും. എന്നിട്ട് ഈ പോകുന്ന മുകളിൽ എന്താണ്? ഇങ്ങനെ ഒരു വാളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇത് വളരെ മൂർച്ചയേറിയ ഭാരമേറിയിട്ടുള്ളൊരു വാളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടേക്ക് ഒരു കയർ പിടിച്ചിട്ടുണ്ടാവും. ഈ കയർ എന്ത് ചെയ്യുക? വിടുന്നോടുകൂടി ഈ വാള് നേരെ താഴത്തോട്ട് വന്നിട്ട് ഇവിടെ പതിക്കും. ഇയാളുടെ കഴുത്ത് മുറിയും, തല വേറെയാവും, ഈ ബോഡി എടുത്ത് മാറ്റും. ഇങ്ങനെ ഈ ഗില്ലറ്റിൻ വെച്ചിട്ട്, ഗില്ലറ്റിൻ ഒരാളുടെ പേരാണ്, ഈ ഗില്ലറ്റിൻ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഗില്ലറ്റിൻ. അപ്പൊ ഗില്ലറ്റിൻ വെച്ചിട്ട് ഒരുപാട് പേരെ കൊല്ലും. മനസ്സിലാവുന്നുണ്ടോ? അവസാനം എന്താണ്? ലൂയി 16-നെയും മേരി ആന്റോണിയറ്റിനെയും ഇതേ ഗില്ലറ്റിനിൽ ഇട്ടിട്ട് കൊല്ലും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ പോയ ആളുകളെ കൊന്നു കൊല വിളിച്ചിട്ടുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിനെയാണ് ദ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഈക്വാലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പുകളൊക്കെ എന്താണ്? നല്ലതായിരുന്നു, നല്ല രീതിയിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടം നിയമവാഴ്ച പ്രോപ്പർലി ഇല്ലാത്ത, ആരെ വേണമെങ്കിലും
എന്താ പറയുക, എതിർപക്ഷത്തായ കൊല്ലാം എന്ന തലത്തിലുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവസാനം നമ്മുടെ ഈ റോബിസ്പിയറിനെ തന്നെ ആളുകൾ പിടിച്ചു കെട്ടുകയാണ്. അദ്ദേഹം എന്താണ്, ഈ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കണ്ടുകൊണ്ട് റോബിസ്പിയറിനെ തന്നെ ഗില്ലറ്റിൽ വെച്ച് എന്ത് ചെയ്യും, കൊല്ലുന്നതോട് കൂടിയിട്ടാണ് ഈ റെയിൻ ഓഫ് ടെറർ അവസാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അല്ലേ, ചില ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ നടന്നിരുന്നുവെന്ന്. നോക്കൂ, എക്കണോമിക് കൺട്രോളുകൾ കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം വേജ് ആൻഡ് പ്രൈസ് സീലിംഗ്സ്, റേഷനിങ് ഓഫ് മീറ്റ്, ബ്രെഡ്, ഫോഴ്സ്ഡ് എന്താ പറയുക, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ഗ്രെയിൻ സെയിൽസ് ബൈ പെസൻസ് അറ്റ് ഗവൺമെന്റ് ഫിക്സ്ഡ് പ്രൈസസ്, ഇങ്ങനെ പല അതായത് സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുക, പരമാവധി ശമ്പളത്തിനൊരു സീലിംഗ് കൊണ്ടുവരിക, എത്ര കാശ് വേണമെങ്കിൽ ഒരാൾക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റും എന്ന തലത്തിലല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. എക്കണോമിക് കൺട്രോൾ കൊണ്ടുവരാൻ നോക്കുകയാണ്. സോഷ്യൽ ഈക്വാലിറ്റി മെഷേഴ്സ്, അതായത് ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നു അറിയോ നിങ്ങൾക്ക്, മോണി സർ, അതുപോലെ തന്നെ മാഡം എന്നുള്ള രീതിയിലുള്ള വിളികൾ, ഈ ചില ആളുകളെ ഇങ്ങനെ വിളിക്കണമായിരുന്നു. ഇത്തരത്തിലുള്ള ടേമുകളെല്ലാം മാറിയിട്ട് സിറ്റോയൻ, അതായത് മൊനീസർ എന്ന് വെച്ചാൽ മെയിൽ, ആണിനെയാണ് ഇങ്ങനെ വിളിക്കുക, വിമണിനെയാണ് മാഡം എന്നുള്ളത്, മാഡം എന്ന് നമ്മൾ പറയില്ല, മാഡം എന്നുള്ള ഈ വിളിവിളില്ല. ഇത് മാറ്റിയിട്ട് സിറ്റോയേൻ, അതായത് സിറ്റോയനെ എന്നീ രീതിയിലുള്ള, അഗെയിൻ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, ഞാൻ കംപ്ലീറ്റ്ലി തെറ്റായിട്ടായിരിക്കും പറയേണ്ടാവുക, ക്ഷമിക്കുക. അപ്പോൾ ഇത് എന്താണ്, ഒരു ആണിനെ ഇങ്ങനെയും സ്ത്രീയെ ഈ രീതിയിലും വിളിക്കുക. അതായത് എല്ലാം സിറ്റിസൺ എന്നുള്ള അർത്ഥം അല്ലെ, പൗര എന്നുള്ള ഒരു അർത്ഥമാണ് എന്ത് ചെയ്യുന്നതിലൊക്കെ വരുന്നത്. ആരും മുകളിലോ താഴെയോ ഒന്നും ഇല്ല എന്ന തലത്തിൽ സോഷ്യൽ ഈക്വാലിറ്റി മെഷേഴ്സ് വരികയാണ്. റിലീജിയസ് റെസ്ട്രിക്ഷൻസ്, അതായത് ക്ലോഷർ ഓഫ് ചർച്ചസ്, ചർച്ചുകൾ അടച്ചുപൂട്ടുകയാണ്. റീപർപ്പസിങ് ഓഫ് ദിയർ ബിൽഡിങ്സ് ഫോർ സെക്യുലർ യൂസസ്, സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുകയാണ്, ചർച്ചുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഇൻ ഷോർട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽ എന്ത് ചെയ്യുകയാണ് ഉള്ള മാറ്റങ്ങൾ, സോഷ്യലി, എക്കണോമിക്കലി, റിലീജിയസ് തലത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് റവല്യൂഷൻ ശ്രമിക്കുകയാണ്. ഭീകരവാഴ്ചയെ കുറിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണിത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. 793 ജൂലൈയിൽ ആരംഭിക്കുന്ന ഇത് നിൽക്കുന്നത് 794 ജൂലൈ വരെയുള്ള ഒരു വർഷം. 93 ജൂലൈ തുടങ്ങുന്നു, 94 ജൂലൈ വരെ ഇത് തുടരുന്നു. ഈ റോബിസ്പിയറിന്റെ അവസാനം റോബിസ്പിയർ ഗില്ലറ്റിന് ഇരയാവുന്നതോടുകൂടിയിട്ടാണ് ഇത് നിൽക്കുന്നത്. ലൂയി 16 ഗില്ലറ്റിൽ മരിക്കപ്പെടുന്നു. മേരി ആന്റോനറ്റ് എന്ത് ചെയ്യുന്നു, മരിക്കപ്പെടുന്നു. പറയാതെ വിട്ടുപോയ ഒരേ ഒരു കാര്യം ഏതാണ്, മിറാബോയും ഡാൻറ്റനും എന്താണ് ഈ കമ്മിറ്റിയിലാണ്. ഏത് കമ്മിറ്റി? ഈ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കും റോബിസ്പിയറിന്റെ നേതൃത്വത്തിൽ. ഈ റോബിസ്പിയർ നേതൃത്വം കൊടുക്കുന്ന ഈ പൊതു സുരക്ഷാ കമ്മിറ്റിയാണ് ഈ കണ്ട റെയിൻ ഓഫ് ടെറർ മൊത്തത്തിൽ നയിക്കുന്നത്. അവസാനം റോബിസ്പിയർ കൂടി അതിൽ എന്താണ് തീരുന്നതോട് കൂടിയിട്ട് റെയിൻ ഓഫ് ടെററും അവസാനിക്കുകയാണ്. ഇനി ഫൈനലി ഫാൾ ഓഫ് ജക്കോബിയൻ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും നടക്കുകയാണ്. ജാക്കോബിയൻ ഗവൺമെന്റ് താഴെ പോകുന്നു. അതിനുശേഷം ഒരു ഡയറക്ടറിയെ അപ്പോയിന്റ് ചെയ്യണം. അതായത് 5 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലെ, അതായത് ഒരാളുടെ കയ്യിൽ അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു രൂപീകരിക്കുന്നത്, ഡയറക്ടറി രൂപീകരിക്കുന്നത്. പക്ഷേ ഡയറക്ടറിയിലത്തെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ബഹളങ്ങളാവും. എന്നിട്ട് കംപ്ലീറ്റ് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. അതായത് ഡയറക്ടറിയുടെ കാലഘട്ടത്തിലാണെങ്കിലും റോയൽറ്റിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഡയറക്ടറുടെ കാലഘട്ടത്തിലാണെങ്കിലും ഒരു ഫൈനാൻഷ്യൽ എക്കണോമിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. ഈ സ്റ്റെബിലിറ്റി ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലേക്കാണ് ഒരു പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു പുതിയ ആൾ വരുന്നത്, റൈസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി കുതിച്ചുയരുകയാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് അദ്ദേഹം എന്താ പറയുക ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സേവനങ്ങളെ തുടർന്നാണ് അദ്ദേഹം മുകളിലോട്ട് വരുന്നത്. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽ അംഗമായിരുന്നില്ല. എന്നിരുന്നാൽ പോലും പിന്നീട് അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, അദ്ദേഹം ഇന്ത്യയുടെ ജോസഫ് എന്ന് വെച്ചൊരു സ്ത്രീയെ ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. ആ നെപ്പോളിയൻ്റെ ഒരുപാട് കഥകളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. നമ്മൾ എക്സാം പേഴ്സ്പെക്റ്റീവിൽ നിൽക്കുന്നത് നെപ്പോളിയൻ്റെ കഥ ഒരു വലിയൊരു കഥയായി തന്നെ പറയേണ്ട അത്രയും ഗംഭീരമായിട്ടുള്ള കഥയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം 1799 മുതൽ ഫ്രാൻസിൻ്റെ എന്താ പറയുക അധികാരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എംപറർ ഓഫ് ദ ഫ്രാൻസ് ആകുന്നത് 804 മനസ്സിലാവുന്നുണ്ടോ? 799 മുതൽ അദ്ദേഹം എന്താണ് അധികാരം ഏറ്റെടുക്കുന്നുണ്ട്. 804 അദ്ദേഹം എംപറർ ഓഫ് ദ ഫ്രാൻസ് ആയിട്ട് ക്രൗൺ ചെയ്യപ്പെടുന്നു. 815 വാട്ടർലൂ യുദ്ധത്തിലാണ് അദ്ദേഹം അവസാനം പരാജയപ്പെടുന്നത്. ഇനി അദ്ദേഹം എടുത്ത ചില പ്രധാനപ്പെട്ട നടപടികൾ പരീക്ഷയിൽ PSC പരീക്ഷകളിൽ ചോദ്യങ്ങളായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു ഇത് നോക്കൂ, പറയാം. അതായത് ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ഫാർമേഴ്സ് വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഫാർമേഴ്സിന് ലാൻഡുകൾ കൃത്യമായിട്ട് അവർക്ക് ലാൻഡ് കൊടുക്കുകയാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കല. സിങ്കിങ് ഫണ്ട്, അതായത് ഫ്രാൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഇല്ലായ്മയായിരുന്നു. അപ്പോൾ നെപ്പോളിയൻ ഒരു സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കി 799. ഇത് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന ഉടനെ 99 ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ്.
799 അദ്ദേഹം സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കി. ഇത് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഫൈനാൻഷ്യൽ റിഫോംസിൻ്റെയും ഭാഗമാക്കി. മനസ്സിലാവുന്നു? ഒരു ഫിസിക്കൽ പ്രുഡൻസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റെബിലൈസ് ചെയ്യാൻ നാഷണൽ കറൻസിയെ, പബ്ലിക് ഡെപ്റ്റ് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ഈ സ്റ്റെപ്പ് എടുത്തു. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. കാരണം ഡയറക്ടറി നേരത്തെ വെച്ചു, ആ ഡയറക്ടറിയും എന്ത് ചെയ്തു, ഫൈനാൻഷ്യൽ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അദ്ദേഹം ഇതിനോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാൻസിനെ സെൻട്രലൈസ്ഡ് ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പുകളും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്, ഡെപ്റ്റ് ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്, ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ എന്താ പറയുന്നത്, പുതിയ കറൻസി കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലാണ്ടോ? ഫ്രാങ്ക് ജെർമിനൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രാങ്ക് ജെർമിനൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കറൻസി എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ കറൻസി, സെൻട്രലൈസ്ഡ് ബാങ്ക്, ഒരു സിങ്കിങ് ഫണ്ട്, പബ്ലിക് ഡെപ്റ്റ് എന്താണ് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ. ഇത് എന്ത് ചെയ്യുകയാണ്, ആളുകളിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കിയ ബ്രിട്ടൻ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീടും പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഫ്രാൻസ് വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ റോഡുകളും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കുന്നു. സ്റ്റേറ്റിൻ്റെ, അതായത് ക്ലർജിയുടെ, പുരോഹിത വിഭാഗത്തിൻ്റെ മുകളിൽ ശക്തമായിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരുന്നു. ഒരു പുതിയ കോഡ്, ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് ലോ, ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ കൂടി കോഡിഫൈ ചെയ്ത് കൃത്യമായിട്ട് എന്താ പറയുക, അറേഞ്ച് ചെയ്തുകൊണ്ട് അവയെല്ലാത്തിനും കൂടിയിട്ട് എന്താ പറയുക, കൃത്യമായിട്ട് ഒരു നിയമസംഹിത എഴുതി തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാൻസിലേക്കൊരു സ്റ്റെബിലിറ്റിയുടെ കാലഘട്ടം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇദ്ദേഹം നമുക്കറിയാം, വാട്ടർലൂ യുദ്ധത്തിലൂടെ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം 815 കൂടിയിട്ട് നിഷ്കാസിതനാവുന്നുണ്ട് അധികാരത്തിൽ നിന്ന്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. നമ്മൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചില പ്രധാന പോയിന്റുകളൊന്ന് കാണുക. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ഒരു ആശയം ഒരു ബോക്സിലായി തന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെതാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആശയം പ്രതിഫലിക്കുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, ടിപ്പു സുൽത്താൻ ഫ്രാൻസുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് പോരാടാൻ ബ്രിട്ടൻ്റെ ശത്രുവായിട്ടുള്ള ഫ്രഞ്ചുമായിട്ട് ഇദ്ദേഹം ശക്തമായിട്ട് ബന്ധപ്പെടാൻ നോക്കി. പൗരനായിട്ടുള്ള ടിപ്പു, എന്താണ് സിറ്റിസൺ ടിപ്പു എന്നുള്ളൊരു, നേരത്തെ കണ്ടില്ലേ ആളുകളെ വിളിക്കാനായിട്ടുള്ള സിറ്റിസന്റെ പേരുകൾ കൊടുത്തത്. അപ്പോൾ സിറ്റിസൺ ടിപ്പു എന്ന് അദ്ദേഹം പേര് സ്വീകരിച്ച എന്താണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു. ഈ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് ട്രീ ഓഫ് ലിബർട്ടി, അല്ലെ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ട്രീ ഓഫ് ലിബർട്ടി അദ്ദേഹം അവിടെ നട്ടു. അതുപോലെ തന്നെ നമ്മൾ ജക്കോബിയൻ ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫ്രഞ്ച് ക്ലബ്ബായിട്ട് ജക്കോബിയൻ ക്ലബ്ബിൽ അദ്ദേഹം അംഗമാവുകയും ചെയ്തു. 799 ടിപ്പുവിനെ എന്ത് വില കൊടുത്തും വധിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിക്കാനുള്ള കാരണവും ഇതേ കാലഘട്ടത്തിൽ അവിടെ ആര് വരുന്നുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ ഏറ്റവും പേടിച്ച ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് അവിടെ വന്ന് അധികാരം കയ്യിൽ മുഴുവനായിട്ട് നേടിക്കഴിഞ്ഞ് ഇവിടെ ടിപ്പുവുമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഉടമ്പടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനി, അവരുടെ ക്യാഷ് കോ, അവരുടെ പണം മുഴുവൻ ഒഴുകുന്ന സ്ഥലം, അതിന് വലിയ വെല്ലുവിളിയാവുന്ന അവർക്ക് മനസ്സിലായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നത്, വളരെ വേഗത്തിൽ യുദ്ധത്തിലൂടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. ഇനി അവസാനമായിട്ട് സ്ലൈഡിൽ ഒരു വനിതയെക്കുറിച്ച് പറയട്ടെ. ദ ലൈഫ് ഓഫ് റെവല്യൂഷണറി വുമൺ. എന്താണ്? ഒളിമ്പെ ഡെ ഗോഗസ് എന്ന് പറയുന്ന ഇവര് ഷി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കലി ആക്റ്റീവ് വുമൺ. ഒരു വലിയ റെവല്യൂഷണറി ആയിരുന്നു ഫ്രാൻസിലെ. ഇവര് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, ഇതിനെ എതിർത്തു. എന്താണ്? അപ്പോൾ സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, അതിൽ ബേസിക് റൈറ്റ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം സ്ത്രീകളുടെ ബേസിക് റൈറ്റ്സ് ഇത് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. 791 അവര് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് സിറ്റിസൺ എന്ന് പറഞ്ഞ മാൻ ആൻഡ് സിറ്റിസണിനെതിരായിട്ട് ഒരു വുമൺ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക അദ്ദേഹം അവർ എഴുതുകയാണ്. ആൻഡ് ഷീ അഡ്രസ്ഡ് ടു ദ ക്വീൻ ആൻഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് നാഷണൽ അസംബ്ലി, ദേശീയ അസംബ്ലിയിലേക്കും രാജ്ഞിയോടും ഇതെന്ത് ചെയ്യുകയാണ്, ആവശ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിനുശേഷം ജക്കോബിയൻ ഗവൺമെന്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ജക്കോബിയൻ ഗവൺമെന്റിന്റെ രീതി എന്തായിരുന്നു, റെയിൻ ഓഫ് ടെററിന്റെ സമയമാണ്. അവരെ എതിർത്താൽ എന്ത് ചെയ്യും, അപ്പോൾ ഗില്ലറ്റും ചെയ്യും. 793 ഇവരെന്ത് ചെയ്യുന്നു, ജക്കോബിയൻ ഗവൺമെന്റിനെയും ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്, വിമൻസ് ക്ലബ്ബുകൾ ഇവരെ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ തുടർന്ന് ട്രയൽ ചെയ്യുകയാണ്, അവരെ വിചാരണ ചെയ്യുകയാണ്. നാഷണൽ കൺവെൻഷനിൽ വിചാരണ ചെയ്യുകയും ട്രീസൺ, അവർ രാജ്യദ്രോഹിയായിട്ട് ഇവരെ മുദ്ര കുത്തുകയാണ്. ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം. ആ കാലഘട്ടത്തിലല്ല, ഇന്നും ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഗവൺമെന്റിനെ എതിർത്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിനെ എതിർക്കുന്നവർ അല്ലെ, അതായത് ഭരിക്കുന്ന ആളുകളെ എതിർക്കുന്നത്, രാജ്യത്തിനെയല്ല എതിർക്കുന്നത്. പക്ഷെ ഗവൺമെന്റിനെ എതിർത്താൽ ഉടനെ അവരെന്തായി, രാജ്യദ്രോഹിയായിട്ട് ആളുകളെ
എന്താ പറയുകയും അവരെ ഇതുപോലെ മുദ്ര കുത്തുകയും ചെയ്യുന്നത് ഇന്നും നമ്മൾ രാഷ്ട്രങ്ങളിൽ കാണുന്നുണ്ട് അല്ലേ. ഇതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവർ എല്ലാവരെയും പോലെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ പേരും നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷനുമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, പരീക്ഷ വളരെ വൃത്തിയായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച്.